Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu, Sebastian, and welcome to the Hindi editorial analysis of 11th July 2022. എല്ലാവർക്കും നമസ്കാരം. Good morning. I'm back. അപ്പോൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. I'm 10 minutes late, I know. നമ്മൾ പഴയ ഇതിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ്. ലാസ്റ്റ് വീക്ക് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ, കുറച്ച് ദിവസം ഉണ്ട്, കുറച്ച് ദിവസം ഇല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ വീക്ക് അങ്ങനെ ആയിരിക്കില്ല. ഈ വീക്ക് എല്ലാ ദിവസവും നമ്മളുണ്ട്. നമ്മളിനി ബാക്ക് വിത്ത് എനർജി കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ എഡിറ്റോറിയൽ സെഷൻ. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. അപ്പോൾ നമ്മുടെ എഡിറ്റോറിയൽ സെഷനിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആൻഡ് വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ള സെഷനാണ്. വെൽക്കം എവറി വൺ. എല്ലാ എക്സാംസിന് വേണ്ടിയുള്ളവർക്ക് ക്ലാസ് ഉള്ളതാണ്, ഡെയിലി ഉണ്ട്, 8:30 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കോട്ട് വെച്ചിട്ട്. തിങ്ക് ബിഗ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ ചെറിയതായിട്ട് ഇതായി പോയല്ല, നമ്മുടെ ഡ്രീം എപ്പോഴും എന്തായിരിക്കണം? കുറച്ച് വലുതായിരിക്കണം. കുന്നോളം ആഗ്രഹിച്ചാൽ നമുക്ക് കുന്നിക്കുരോളം കിട്ടുള്ളൂ എന്ന് പറയാം. സോ കുന്നോളം ആഗ്രഹിക്കുക, തിങ്ക് ബിഗ്, വലുതായിട്ട് ചിന്തിക്കുക. എപ്പോഴും ഒരു കാര്യത്തിന് അപ്രോച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ കരുതുക. എപ്പോഴും ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള രീതിയിൽ കാണാതെ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ എംബ്രേസ് ചെയ്യുമ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് നിൽക്കുക. ആൻഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളെ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചില്ല പിന്നെ വേറെ ആര് വിശ്വസിക്കാനാണ് നിങ്ങളെ? അതുകൊണ്ട് മേക്ക് യുവർ സെൽഫ് എന്താ പറയാ, ട്രസ്റ്റ് വർത്തി ആയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളെ കാണുക. ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ലൈഫിൽ ആഗ്രഹിച്ചൊരു കാര്യം നേടിയെടുക്കുക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് എ കോട്ട് ഫോർ ടുഡേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ദിസ് കോട്ട്. ഓക്കെ, തിങ്ക് ബിഗ്, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ നമ്മുടെ Adda247 മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു നോ വാട്ട് ടു ഡു. ചാനൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കിട്ടും. SSC ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, ESIC ഇൻഷുറൻസ് ക്ലാസ്സുകൾ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സുപ്രീം കോർട്ടിൻ്റെ അസിസ്റ്റന്റ് ക്ലാസ്സുകൾ, അതുപോലെ ദേവസ്വം ബോർഡ് LD ക്ലാസ്സുകളെല്ലാം ഇവിടെ കിട്ടും. എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസ്, ഡീറ്റെയിൽ ആയ ക്ലാസ്സുകൾ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. സജഷൻസ്, അതുപോലെ തന്നെ ട്രിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ മറക്കണ്ട. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ആപ്പ് കൂടി ഉണ്ട്. ആപ്പിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് നമ്മുടെ ക്വിസസ് കിട്ടും, മോക്ക് ടെസ്റ്റുകൾ കിട്ടും, അതുപോലെ തന്നെ എക്സാം നോട്ടിഫിക്കേഷൻസ്, ജോബ് അലേർട്സ്, കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ക്വിസസും മോക്ക് ടെസ്റ്റുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് വിടാം, പഠിക്കാം, ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, പോയി ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് സൈൻ ചെയ്യുക. എക്സാം സെലക്ട് ചെയ്യുമ്പോൾ കേരള സ്റ്റേറ്റ് എക്സാംസ് തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. മൂവിങ് ഓൺ. അപ്പോഴാണ് നമ്മുടെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ കോഴ്സിൽ ഉള്ള ലൈവ് ക്വിസസ് കിട്ടുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ രണ്ടും മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ ആൻഡ് നമ്മുടെ സെൻട്രൽ എക്സാംസിന്റെ ചാനൽ Adda247 കേരള സെൻട്രൽ എക്സാംസ്. രണ്ടിനെയും ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നോട്ട് അയക്കുമ്പോൾ കിട്ടും നിങ്ങൾക്ക് കേട്ടോ. സോ മൂവിങ് ഓൺ. നമ്മുടെ ഇന്നത്തെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അത് കോംപ്രിഹെൻഡ് ചെയ്തുകൂടെ, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാം. കോംപ്രിഹെൻഷനും വൊക്കാബുലറിയാണ് മെയിൻ. അതുകൂടാതെ നിങ്ങൾ ഗ്രാമർ പഠിക്കും, സെൻറ്റൻസ് സ്ട്രക്ചറിങ് പഠിക്കും. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് കിട്ടും. നിങ്ങൾക്ക് റൈറ്റിംഗ് സ്കിൽസ് കിട്ടും. നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതിലൊരു കാര്യമില്ല, അതിലൊരു വിട്ടുവീഴ്ച നമുക്കില്ല. എല്ലാ എക്സാംസിനും വേണ്ടിയുള്ളവർക്ക് വേണ്ടിയുള്ള സെഷനാണ്. അത് UPSC ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ESIC ഇൻഷുറൻസ് ക്ലാസ്സുകളായിക്കോട്ടെ, ബാങ്കിങ് ക്ലാസ്സുകളായിക്കോട്ടെ, എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ് എഡിറ്റോറിയൽ സെഷൻ, എല്ലാവർക്കും വേണ്ടിയുള്ള സെഷൻ. സോ ലെറ്റ് സ്റ്റാർട്ട്. 2 ആർട്ടിക്കിൾ എല്ലാ ദിവസത്തെയും പോലെ. ഒരു ആർട്ടിക്കിൾ നമുക്കറിയാം, ശ്രീലങ്കയിൽ ഇപ്പോൾ ഭയങ്കര റിവോൾട്ടാണ് അല്ലേ, എന്താ പറയുക, ഒരു ഹ്യൂജ് അപ്രൈസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കൻ പീപ്പിളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അവിടെ കർഫ്യൂ ആണ്, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഒരുപാട് കേട്ട് കാണുമായിരിക്കും. അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളാണ്. വളരെ സിമ്പിൾ റീഡാണ്. അധികം വൊക്കാബുലറി ഇല്ല, പക്ഷെ 1-2 വൊക്കാബുലറി ഉണ്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. അത് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, അത് നിങ്ങളൊന്ന് വായിച്ചു വിടുക. പക്ഷേ രണ്ടാമത്തെ ആർട്ടിക്കിൾ ഇന്ത്യയെ പറ്റിയുള്ള ആർട്ടിക്കിൾ ഒന്നുമല്ല, നമ്മുടെ ജപ്പാനെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അസാസിനേഷൻ നടന്നു അല്ലേ, അപ്പോൾ ഷിൻസു അബേയുടെ. അപ്പോൾ അതിനെ പറ്റിയ ഒരു ആർട്ടിക്കിളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിളാണ്. അതിനെ ഒരു കൺട്രി ബേസ് ചെയ്തുള്ള ഒരു ആർട്ടിക്കിളാണ്. സോ ദാറ്റ് ഈസ് ദ ആർട്ടിക്കിൾ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ് ആൻഡ് വൺ വേർഡ്സ്. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. സുഖായി. എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായില്ലേ ഉഷാറായെന്ന്? കംപ്ലീറ്റ് ഉഷാറായി. ഇന്നലെ ഫുള്ള് മിനിഞ്ഞാന്ന് ഞാൻ ഓൾറെഡി വയ്യായിരുന്നു, ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തു. അപ്പോൾ തന്നെ ഓക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ബോഡി തന്നെ റിക്കവർ ചെയ്ത് എനിക്ക് ഫീൽ ചെയ്തു. വൈകിട്ടായപ്പോഴേക്കും ഓക്കെ ആയിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച ഞാനൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റെസ്റ്റ് എടുത്തു. എന്നിട്ട് വൈകിട്ട് ഞാൻ സൂം ഇവന്റ് വന്നപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഓക്കെ ജില്ലായി. ഇനിയിപ്പോൾ ബാക്ക് ടു എനർജി അല്ലെ, ബാക്ക് ടു എനർജി പാക്ഡ് സെഷൻസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് എവറി വൺ. ഐ എം റിയലി ഹാപ്പി ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് യുവർ പ്രെയർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, താമസിപ്പിക്കുന്നില്ല. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഓഡിബിൾ ആണ്, കാണാനും കേൾക്കും. ഇത്രയും ഞാൻ പറഞ്ഞ വെറുതെ ആയില്ലല്ലോ. എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റില്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും താമസിപ്പിക്കേണ്ട നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. യെസ്,
Let's start, everyone. Let's start. Yes, I'm doing so well. Thank you so much for your support and your concern. Thank you, everyone. അപ്പോൾ ഗുഡ് മോർണിംഗ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഇഡിയം നോക്കിക്കേ, റെക് ഹാവക്. നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, റെക് ഹാവക് എന്ന്. റെക്ക് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക എന്നാണ് അല്ലേ. ഹാവക് എന്ന് പറഞ്ഞാൽ നാശം, ഡാമേജ് എന്നാണ് അർത്ഥം. സോ റെക് ഹാവക് എന്ന് പറഞ്ഞാൽ കോസ്, ഇതൊരു ഫ്രേസ് ആണ്, ഇഡിയം അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം. അതിന്റെ മീനിങ് ഇതാണ്, കോസ് ഗ്രേറ്റ് ഡാമേജ്, ഒരുപാട് ഡാമേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് പറയാം റെക് ഹാവക്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പറയാൻ പറ്റും, monsoon in India is wreaking havoc all over the areas. ഇപ്പോൾ മഹാരാഷ്ട്രയൊക്കെ എടുക്കുക, ഇന്നലെ ന്യൂസിലുണ്ടായിരുന്നല്ലേ, മഹാരാഷ്ട്രയിലൊക്കെ ഫ്ലഡിന്റെ അടുത്ത് വരെ എത്തി, അത്ര മഴയാണ്, ഭയങ്കര മഴയും അതുപോലെ കാറ്റ്, അങ്ങനെ പരിപാടി ബുദ്ധിമുട്ടുകളൊക്കെ ആണെന്ന് കേട്ടില്ലേ. അപ്പം ദാറ്റ് ഇസ് wreaking havoc, creating havoc അല്ലെ, causing great damage എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത കം ഔട്ട്, പുറത്തോട്ട് വരാം, എമേർജ് ചെയ്യുക, ഓർ ബി നോൺ. നമ്മളൊരു കാര്യം കം ഔട്ട്, ദ ട്രൂത്ത് കെയിം ഔട്ട്, ഓർ ദ എന്താണ് എന്താ പറയുക, നമ്മൾ എന്താ പറയുക, ദ അസാസിൻ ഓർ എന്തോ നമ്മൾ പറയില്ലേ, ദ റിസൾട്ട് കെയിം ഔട്ട്, അങ്ങനെയെല്ലാം പറയില്ലേ. സോ പുറത്തോട്ട് വന്നു എന്ന് പറയാം, നമ്മൾ അറിഞ്ഞു, അത് റിവീലായി എന്നുള്ളത് പറയാം, ഡിസ്ക്ലോസ് ചെയ്തു പറയാം, അല്ലെങ്കിൽ എമേർജ് ചെയ്തു പറയാം, കം ഔട്ട്. ഓക്കെ, ഫ്രേസൽ വേർബാണ്, മറക്കണ്ട. അടുത്തത് കോൾ ഫോർ. എപ്പോഴും കേൾക്കുന്ന, ഡെയിലി നമ്മുടെ ദിനമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, റിവൈസ് ചെയ്ത് പോയൊരു കാര്യമാണ്. കോൾ ഫോർ മീൻസ് ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ചെയ്യുക, ഡിമാൻഡ് ചെയ്യുക ഓർ റിക്വസ്റ്റ് ചെയ്യുക, ദാറ്റ് ഇസ് കോൾ ഫോർ. ഓക്കെ, യെസ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഗുഡ് മോർണിംഗ് ഗുരുദാസേ, ഗുഡ് മോർണിംഗ്. ഇന്നലെ എനിക്ക് ഗുരുദാസിനെ കാണാൻ പറ്റില്ല, കാരണം ഞാൻ ഫോണിൽ ഇതായിരുന്നു. അപ്പൊ എന്തായാലും ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ അടുത്ത് നോക്കി, വൺ വേർഡ് ആണ്, അൺഅപ്പോളജറ്റിക്. അൺഅപ്പോളജറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോളജി മീൻസ് ഒരാളുടെ സോറി ആണ്, അതിനാണ് അപ്പോളജി എന്ന് പറയാം അല്ലെ, അപ്പോളജി. അപ്പോൾ അപ്പോളജി എന്ന റൂട്ട് വേർഡിൽ നിന്ന് അതിന്റെ പ്രിഫിക്സ് ക്രിയേറ്റ് ചെയ്ത് വരുന്നൊരു വാക്കാണ് അൺഅപ്പോളജറ്റിക്. അപ്പോളജറ്റിക് മീൻസ് ഫീലിംഗ് സോറി ഫോർ സംതിങ് ഓർ എക്സ്പ്രസിംഗ് റിഗ്രറ്റ് ഫോർ സംതിങ്, അതിനാണ് അപ്പോളജറ്റിക് എന്ന് പറയാം. അപ്പൊ അൺഅപ്പോളജറ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, അപ്പൊ അപ്പോളജി എന്ന വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്, നോക്കണം, അപ്പോളജി, സോറി എന്നുള്ള വാക്കിൽ നിന്ന്. അപ്പൊ നോക്കിയോണം, അപ്പോളജി എന്ന വാക്കിൽ നിന്ന് അപ്പോളജറ്റിക് വന്നല്ലേ, അപ്പോളജറ്റിക്. കാരണം ഞാൻ പറഞ്ഞു അപ്പോളജി എന്ന വാക്കിന്റെ ഇതല്ല, അൺഅപ്പോളജറ്റിക് അല്ലെ. അൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രിഫിക്സ് ആണ്, അത് നമ്മൾക്ക് എന്ത് മനസ്സിലാവും, നെഗറ്റീവ് വേർഡ് മീനിങ് ആണോ പോസിറ്റീവ് വേർഡ് മീനിങ് ആണോ. ഫോർ എക്സാമ്പിൾ സിനണിം ആണോ ആന്റണിം ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അൺ, ഇൻ എന്ന, ഡിസ് എന്നൊക്കെ വാക്കുകളൊക്കെ വരുന്നല്ലേ, ഓർക്കുക. ആൻഡ് TIC, ABLE എന്നുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ നമുക്കറിയാം അതെന്താണ്, അതൊരു നൗണിനെയോ അല്ലെങ്കിൽ ഒരു വേർബിനെയൊക്കെ അത് കൂടുതൽ അറ്റാച്ച്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അഡ്ജക്റ്റീവ് ഒക്കെ കിട്ടും. സോ അൺഅപ്പോളജറ്റിക് ഈസ് അഡ്ജക്റ്റീവ് ആണ്, വൺ വേർഡ് ആയിട്ട് ചോദിക്കാവുന്ന ടൈപ്പ് ഓഫ് വേർഡ് ആണ്. നോട്ട് എക്സ്പ്രസിംഗ് റിഗ്രറ്റ് ഓർ സോറി, ഒട്ടും റിഗ്രറ്റ് എക്സ്പ്രസ് ചെയ്യുന്നില്ല, സോറി എക്സ്പ്രസ് ചെയ്യുന്നില്ല, അൺഅപ്പോളജറ്റിക് ആണ് അല്ലെ, അതിനെയാണ് നമ്മൾ പറയുന്നത് അൺഅപ്പോളജറ്റിക്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കിയേ, പാസിഫിസ്റ്റ്. ഒരുപാട് തവണ ചോദിക്കുന്ന വാക്ക്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വേർഡാണ് പാസിഫിസ്റ്റ്. പാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ, സമാധാനപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ് അല്ലെ, സമാധാനപ്പെടുത്തുക എന്നുള്ളതാണ്. കൺസോൾ ചെയ്യുക, പാസിഫൈ ചെയ്യുക, കൺസോൾ ചെയ്യുക, സമാധാനപ്പെടുത്താണ്. പാസിഫിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൗൺ ആസ് വെൽ ആസ് ആൻ അഡ്ജക്റ്റീവ് കേട്ടോ. പാസിഫിസ്റ്റ് നൗണും ആണ്, അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. പാസിഫിസ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാസിഫിസ്റ്റ് ഡീൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനപരമായ ചർച്ചകൾ അല്ലെങ്കിൽ ഡീലുകൾ എന്നൊക്കെ പറയാം. പാസിഫിസ്റ്റ് എന്ന് പറഞ്ഞാൽ നൗണുമാണ്, മീൻസ് എ പേഴ്സൺ ഓർ വൺ who believes that the war and violence are unjustifiable. നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല വയലൻസും വാറും എന്ന് ബിലീവ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് വിളിക്കാൻ പറ്റും പാസിഫിസ്റ്റ്. അതായത് സമാധാനപ്രിയൻ, സമാധാനപ്രിയ ഓർ പ്രിയൻ, രണ്ടുപേരും പിടിക്കുന്നവരാണ് പാസിഫിസ്റ്റ്. മറക്കണ്ട കേട്ടോ, വൺ വേർഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ടെൻഡിങ് ടു ഓർ ബിലീവിങ് ദാറ്റ്, എന്താ പറയുക, അഡ്ജക്റ്റീവായിട്ട് വരികയാണെങ്കിൽ അതിന് എന്താ പറയുക, ബിലീവിങ് ദാറ്റ് ദ വാർ ആൻഡ് വയലൻസ് ആർ അൺജസ്റ്റിഫയബിൾ എന്ന് ഉള്ള ബിലീഫിനെയാണ് നമ്മൾ എന്താ പറയുക, പാസിഫിസ്റ്റ് എന്ന അഡ്ജക്റ്റീവ് ഓർ പാസിഫിസ്റ്റ് എന്ന നൗൺ. വൺ വേർഡ് ആണല്ലോ. ഇന്ന് കുറച്ചധികം ഉണ്ട് കേട്ടോ, നമുക്ക് കുറച്ചധികം വേർഡ്സ് കാണും, കുറച്ചധികം വൺ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഉണ്ട്, നമുക്ക് നോക്കിവിടണം. അടുത്തത് ഹോക്കിഷ്. നിങ്ങൾക്കറിയാം ഹോക്ക് എന്ന് പറഞ്ഞാൽ കഴുകൻ എന്ന് നമ്മൾ പറയും അല്ലെ, ഹോക്ക്. ഡോണ്ട് ബി എ ഹോക്ക്, ഒരു കഴുകനെ പോലെ ഇങ്ങനെ നോക്കിയിരിക്കല്ലേ എന്ന് പറയും അല്ലെ. അതായത് ഭയങ്കര കുറുക്കടായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, അവസരം നോക്കിയിരിക്കുക എന്നൊക്കെ പറയും. വളരെ ഫോഴ്സ്ഫുൾ ആണ് കഴുകനെ നമ്മൾ പറയപ്പെടുന്നത്, ഭയങ്കര ഫോഴ്സ് ആണ്. കാരണം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കഴുകനെ പറയാം, ഹോക്ക് എന്ന് പറയും. സോ ഇവിടെ ഹോക്കിഷ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്, ഇന്ന് ആർട്ടിക്കിളുണ്ട് ഹോക്കിഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹോക്കിഷ് എന്ന ആർട്ടിക്കിളിൽ ഉദ്ദേശിക്കുന്ന ഇതാണ്, അഡ്വക്കേറ്റിംഗ് ആൻ അഗ്രസീവ് ഓർ വോർ ലൈക്ക് പോളിസി. വളരെ അഗ്രസീവ് ആണ്, വളരെ ഫോഴ്സ്ഫുൾ ആണ്. അതായത് ഏത് അവസരവും നോക്കിയിരിക്കുകയാണ് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. മനസ്സിലായോ?
അങ്ങനെ ഒരു ആളാണ്, വളരെ അഗ്രസീവായിട്ട് അഡ്വക്കേറ്റിംഗ് ആൻ അഗ്രസീവ് ഓർ warlike പോളിസി എസ്പെഷ്യലി ഇൻ ഫോറിൻ അഫയേഴ്സ്. ഫോറിൻ അഫയേഴ്സിന്റെ കാര്യത്തിൽ വളരെ warlike അഗ്രസീവായ പോളിസി നോക്കുന്ന ഒരാളെ നമുക്ക് ഹോക്കിഷ് എന്ന് പറയാം. അല്ലെങ്കിൽ ആ ഒരു പ്രവണതയ്ക്ക് ഹോക്കിഷ് ആണ്. അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് ഹോക്കിഷ്. ഹോക്ക് എന്ന നൗൺ ആണ്. അപ്പോൾ ഹോക്കിഷ് ഇഷ് വാക്കുകളെല്ലാം അല്ലെ, അതൊന്ന് സ്റ്റൈലിഷ് പറയില്ല, സ്റ്റൈലിഷ് പറയുന്ന കേട്ടിട്ടില്ലേ, സെയിം വേ ഹോക്കിഷ് ISH വരുമ്പോൾ അതെന്തായി അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലോട്ട് വന്നു. ഐറിഷ് കൺട്രി സൈഡ്, അയർലൻഡിന്റെ ആ ഒരു അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഐറിഷ് പീപ്പിൾ, ഐറിഷ് കൺട്രി സൈഡ് എന്നൊക്കെ പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്. ഐറിഷ് കോളേജ്, ഐറിഷ് യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയില്ലേ, സെയിം വേ. ബ്രിട്ടീഷ് ഒക്കെ അറിയില്ല, അത് സാധനം ഓർത്താൽ മതി കേട്ടോ. ഇഷ് വാക്കുകൾ അഡ്ജക്റ്റീവ് ആണ്. ഹോക്കായി പറയും, ഹൈ റെജിൻ. യെസ്. Good morning, Red Prince. Good morning, Shamase. The wreaking havoc in Sri Lankan's public things called for investigation. Yes. All right. He remained unapologetic about his decision. Yes. She was unapologetic about her actions. Great. Moving on. Orthanam Marakanda, wreak havoc, come out, call for unapologetic, pacifist, hawkish. അപ്പോൾ ഇത് ഓർത്ത് വെച്ചോളാം. നെക്സ്റ്റ് സെറ്റിലൂടെ നമ്മൾ പോവാണ്. അടുത്ത സെറ്റ് തീർന്നിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, കുറച്ച് അധികം ഉണ്ട്, നമ്മൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വൺ ഇസ് ബ്രിങ് ഇൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എസ്പെഷ്യലി നമ്മൾ എന്ത് ബ്രിങ് ഇൻ ചെയ്യാന്ന് പറയാം, ഒരു ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നൊക്കെയാണ് പറയാം. അതൊക്കെ ഒരു പോളിസി, ഒരു ലോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ബ്രിങ് ഇൻ സം ചേഞ്ചസ് അല്ലെ. ഐ എം ഗോയിങ് ടു ബ്രിങ് ഇൻ സം ചേഞ്ചസ് ഇൻ ദിസ് ലെസൺ, ഓർ ഐ എം ഗോയിങ് ടു ബ്രിങ് ഇൻ സം ചേഞ്ചസ് ഇൻ അവർ സെഷൻ. നമ്മുടെ സെഷനിൽ കുറച്ച് ചേഞ്ച് ഞാൻ കൊണ്ടുവരാൻ പോവാണ് എന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ബ്രിങ് ഇൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ലോഞ്ച് ചെയ്യുക, ദാറ്റ് ഇസ് ബ്രിങ് ഇൻ. ഓക്കെ, അടുത്ത് നോക്കി, പേ ദ വേ. എന്താ പേ ദ വേ എന്ന് പറഞ്ഞാൽ? പേ ദ വേ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മറ്റൊരെണ്ണത്തിന് കാരണമാകുക അല്ലെ, മറ്റത് നടക്കാൻ, അതാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് മേക്ക് ദ അതർ തിങ് പോസിബിൾ. മറ്റു കാര്യം നടക്കാൻ മറ്റു കാര്യം പോസിബിൾ ആക്കാം. ദാറ്റ് ഇസ് പേ ദ വേ. ഓർത്ത് വെച്ചോണം, മേക്ക് എന്ന വേർബ് ഒരു കോസറ്റീവ് വേർബാണ്. അതുകൊണ്ടാണ് ഈ കോസറ്റീവ് വേർബിന് ശേഷം ഒബ്ജക്റ്റ്, അതിനുശേഷം ഒരു അഡ്ജക്റ്റീവ് വന്നത്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മേക്ക് ഒരു കോസറ്റീവ് വേർബാണ്. കോസറ്റീവ് വേർബിന് ശേഷം നമുക്ക് അഡ്ജക്റ്റീവ് ഉപയോഗിക്കാം. പലതവണയും നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓർത്ത് വെച്ചോളൂ. എൻ്റെ പൊന്നെ, പഠിക്കുന്നിടത്ത് പിന്നെ വന്നു ഈ സ്പാം. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. ഓൾ റൈറ്റ്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ദാറ്റ് ഇസ് ഇറ്റ്. പേ ദ വേ മീൻസ് മേക്ക് ദ അതർ തിങ് പോസിബിൾ. അടുത്ത വാക്ക് സെറ്റ് അബ്ലേസ്. അബ്ലേസ് മീൻസ് ബേണിംഗ് എന്നാണ് അർത്ഥം. ബ്ലേസ് ബേണിംഗ് കേട്ടോ. അപ്പൊ സെറ്റ് അബ്ലേസ് ഒരു അഡ്വേർബൽ ഫോർമുലേഷൻ ആണ്. അപ്പൊ സെറ്റ് അബ്ലേസ് എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം എന്താണ്? ഡെലിബറേറ്റ്ലി കോസ് സംതിങ് ടു ബേൺ. ഒരു കാര്യം ഡെലിബറേറ്റ് ആയിട്ട് നമ്മളത് കത്തിക്കുക, ഇതിനെയാണ് എന്താ പറയാ, സെറ്റ് അബ്ലേസ് ഒരു വേർബ് അല്ലേ, സെറ്റ് അഡ്വേർബ് ആണ് ഇത്. അപ്പൊ ഇത് സെറ്റ് അബ്ലേസ് ഒരു ഫ്രേസൽ വേർബ് ആണ്. അബ്ലേസ് ഒരു അഡ്വേർബ് ആണ്. നമ്മളൊരു വേർബിന്റെ കൂടെ ഒരു അഡ്വേർബോ, വേർബിന്റെ കൂടെ ഒരു പ്രിപ്പോസിഷനോ, അല്ലെ വേർബിന്റെ കൂടെ അഡ്വേർബും പ്രിപ്പോസിഷനും ഒരുമിച്ച് വന്നാലും അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രേസൽ വേർബ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഫ്രേസൽ വേർബ്. സെറ്റ് അബ്ലേസ് മീൻസ് ഡെലിബറേറ്റ്ലി കോസ് സംതിങ് ടു ബേൺ. അതിനെയാണ് നമ്മൾ സെറ്റ് അബ്ലേസ് പറയാം. ഓർക്കാട്ടോ, മറക്കണ്ട. യെസ്. ഗുഡാസിന്റെ സെന്റൻസ് നോക്കട്ടെ. പോസിറ്റീവ് സാഹോമീഡിയയുടെ ഉണ്ടല്ലേ. ഹി കെയിം ഔട്ട് ആസ് എ സക്സസ്ഫുൾ ബിസിനസ് മാൻ ലേറ്റർ. ബിസിനസ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് മാൻ ഇട്ടോ. അടുത്തത് പാസിഫിസ്റ്റ് പേഴ്സൺ ബിക്കംസ് വെരി ഗുഡ് ഡിപ്ലോമാറ്റ്. ബിക്കംസ് എ വെരി ഗുഡ് ഡിപ്ലോമാറ്റ് കൊടുക്കണേ. എ വെരി ഗുഡ് ഡിപ്ലോമാറ്റ് കൊടുക്കണം. ഓക്കെ, യെസ്. ദ ഇൻസെസന്റ് റെയിൻ കോസസ് wreaking havoc in northern part of Kerala. അവിടെ സൗമ്യ ഒരു തിരുത്ത് ഞാൻ ചെയ്യുകയാണെ. റെക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അത് കോസിംഗ് എന്നാണ് അർത്ഥം. പിന്നെ അവിടെ കോസ് കൊടുക്കണ്ട, അതും കട്ട് ചെയ്തേ. അപ്പൊ എന്ത് കൊടുക്കണം? ഇങ്ങനെ കൊടുക്കാം. ദ ഇൻസെസന്റ് റെയിൻ റെക്ക് എന്ന വേർബ് അല്ലേ, അപ്പൊ അത് കൊടുക്കുക. ഇൻസെസന്റ് റെയിൻ wreaks havoc in northern parts of India, of Kerala. Oh my god, northern parts of Kerala. Okay, അത് കൊടുക്കുക. All right, മറക്കണ്ട. The incessant rain wrecks. Okay, wreck എന്ന വേർബ് wrecked ഒക്കെ പറയാം. All right. അടുത്ത നോക്കിയേ, ടേക്ക് ഓവർ. അറിയാം, കുറെ നാൾ ഇപ്പൊ കോൾ ഫോർ പോലെ തന്നെ ഡെയിലി നമ്മൾ റിവൈസ് ചെയ്യുന്ന ഒരു വാക്ക് തന്നെ ടേക്ക് ഓവർ ദ കിങ്ഡം. ഇപ്പൊ റഷ്യ ടേക്ക് ഓവർ ഉക്രൈൻ അല്ലെ, ഈസ്റ്റേൺ പാർട്സ് ഓഫ് ഉക്രൈൻ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഉക്രൈൻ എന്നൊക്കെ നമുക്ക് പറയാം. മോസ്റ്റ് ഓഫ് ദ പാർട്സ് ഓഫ് ഉക്രൈൻ എന്ന് പറയാം. ദാറ്റ്സ് ടേക്ക് ഓവർ മീൻസ് അസ്യൂം കൺട്രോൾ, പിടിച്ചെടുക്കുക. ദാറ്റ് ഇസ് ടേക്ക് ഓവർ അല്ലെ. റൂളൊക്കെ ടേക്ക് ഓവർ ചെയ്യാൻ പറയില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കി, ടേക്ക് ഓവർ പൊസിഷൻ പറയും അല്ലെ. അടുത്ത് സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് അപ്പ് നമ്മൾ ഒരു കാര്യം പഠിച്ചിരുന്നു, സ്റ്റെപ്പ് അപ്പിന് ഇൻക്രീസ് എന്നൊരു അർത്ഥം ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെയും ഇൻക്രീസ് എന്നൊരർത്ഥം, ഡിക്രീസ് എന്നൊരർത്ഥം. സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ആണ്. അപ്പൊ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാന്ന് വെച്ചാൽ വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക. ഒരു കാര്യം നമ്മൾ വിഡ്രോ ചെയ്യാണ്, വിട്ടുകൊടുക്കുകയാണ്, അവിടുന്ന് വിട്ട് നിൽക്കുകയാണ്, അവിടെ മാറി പോവാണ് നമ്മൾ. അതിന് വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ റിസൈൻ ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്.
അതുകൂടാതെ ഡിക്രീസ് ചെയ്യുക. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് എന്നൊരു അർത്ഥമുണ്ട് അല്ലേ. അപ്പോൾ കം ഫോർവേഡ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരു കാര്യം ചെയ്യാൻ ലീഡർഷിപ്പിലോട്ട് കം ഫോർവേഡ് ആണ് സ്റ്റെപ്പ് അപ്പ്. അതിന്റെ അതേ മീനിങ് ആണ്. അതുപോലെ വേറൊരു മീനിങ് ഉണ്ട് ഇൻക്രീസ്. അപ്പൊ സ്റ്റെപ്പ് ഡൗൺ ആ കാര്യത്തിൽ നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്യുക, ആ ഒരു പോസ്റ്റിൽ നിന്ന് റിസൈൻ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു കാര്യം വിഡ്രോ ചെയ്യാണ്. അതുപോലെ തന്നെ ഡിക്രീസ് മാർക്ക് ചെയ്ത് കേട്ടോ. സ്റ്റെപ്പ് ഡൗൺ നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റെപ്പ് അപ്പ് മനസ്സിൽ ഓർത്തോണം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞു വിടുന്നത് കേട്ടോ. സ്റ്റെപ്പ് ഡൗണും സ്റ്റെപ്പ് അപ്പും. സ്റ്റെപ്പ് അപ്പ്, സെറ്റപ്പ് അല്ല കേട്ടോ, സ്റ്റെപ്പ് അപ്പ്. സെറ്റപ്പ് എസ്റ്റാബ്ലിഷ് അല്ലേ. അടുത്ത് നോക്കാം, ബോയിൽ ഓവർ. ബോയിൽ ഓവർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോയിൽ ഓവർ മീൻസ് ഒരു കാര്യം ഇങ്ങനെ പുകഞ്ഞ് അല്ലെങ്കിൽ എന്താ പറയാ, അതിങ്ങനെ തിളച്ചു മറിയാണെന്നൊക്കെ പറയില്ല നമ്മള്. ലിറ്ററലി ബോയിൽ എന്ന് പറഞ്ഞാൽ തിളയ്ക്കുക. അപ്പൊ ബോയിൽ ഓവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്ററലി അതൊരു ഫ്രേസൽ വേർബ് ആണ്. അപ്പൊ ബിക്കം അൺകൺട്രോൾ, നമ്മളെ കൊണ്ട് ഇനി പിടിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലാത്തത്. ബിക്കം അൺകൺട്രോൾഡ്, ദാറ്റ് ഈസ് ബോയിൽ ഓവർ. സംതിങ് ബോയിൽസ് ഓവർ എന്ന് പറഞ്ഞാൽ സംതിങ് ബിക്കംസ് അൺകൺട്രോൾഡ്. അത് കൈവിട്ടുപോയി ഇനി നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ദാറ്റ് ഈസ് ബിക്കം അൺകൺട്രോൾഡ്, ബോയിൽ ഓവർ എന്ന മീനിങ് വേർഡ് കേട്ടോ, ഫ്രേസൽ വേർബ്. അടുത്ത് നോക്കിയേ, ഇൻ പ്ലേസ്. ദാറ്റ് ഈസ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ദാറ്റ് ഈസ് സെറ്റപ്പ് ആണത്. ദാറ്റ് ഈസ് ഇൻ പ്ലേസ് എന്ന വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ പ്ലേസ് അല്ലെങ്കിൽ റെഡിയാണ്, സംഭവം റെഡിയാണ്, സംഭവം സെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താ, സെറ്റപ്പ് എന്ന് പറയില്ലേ, ആ അർത്ഥമാണ് ഇൻ പ്ലേസ് എന്ന് പറയാം. പക്ഷെ ദാറ്റ് ഈസ് ടു പുട്ട് ഇൻ പ്ലേസ്. പുട്ട് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള അർത്ഥവും വരും കേട്ടോ. പുട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എസ്റ്റാബ്ലിഷ് ആണ്, പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വരുന്നെങ്കിൽ ഓർത്താൽ മതി. പുട്ട്സ് ഇൻ പ്ലേസ് ആണെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്, റെഡി ആക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഓർത്തോണം. അപ്പൊ ഫ്രേസൽ വേർബ് ഒരിക്കലും നമ്മൾ വിട്ടുപോകാൻ പാടില്ല. സ്റ്റെപ്പ് പോട്ടെ, ഇൻ പ്ലേസിന്റെ ഒരു ഫ്രേസൽ വേർബിന്റെ മീനിങ് ഇതാണ്, സെറ്റ് അപ്പ്. സ്റ്റെപ്പ് അപ്പ് അല്ല, സെറ്റ് അപ്പ്. ഓക്കെ, മറക്കണ്ട കേട്ടോ, ഇൻ പ്ലേസ്. അപ്പോൾ മറക്കണ്ട, ബ്രിങ് ഇൻ. ഇനി മുമ്പ് സെന്റൻസ് നോക്കാം കേട്ടോ. പ്രവി, ഗുഡ് മോർണിംഗ്. ദ പ്രിൻസിപ്പൽ ബ്രിങ് ഇൻ. Principal bring in Aishwarya. Principal alle singular. Principal brings in rules in the beginning of the new academic year. Yes. Ma'am becomes a very good. Becomes a very good. Njanallalla. Adu. Okay. Becomes a very good diplomat. All right. Great. He came out as a homosexual. That's great. Shibu set ablaze his house. All right. Orthonam set in the past tense set theniyana. സെറ്റഡ് ഒന്നും അല്ല കേട്ടോ. സെറ്റ് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ സെറ്റ് തന്നെ. ഇത് സാഹോമിയുടെ പാസ്റ്റ് ടെൻസ് ആയിട്ട് ഉദ്ദേശിച്ചെന്നാണ് വിചാരിച്ചാണ് ഞാൻ സെറ്റ് പറയാം കേട്ടോ. അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് ആകുമ്പോൾ സെറ്റ്സ് വരുവാണ്. ഷിബു അല്ലേ, അപ്പൊ സെറ്റ്സ് വന്നു. മറ്റേ ഷിബു അല്ലേ നമ്മുടെ എന്താണ് നമ്മുടെ മിന്നൽ മുരളി അല്ലേ. ഇലൻ ഈസ് നോട്ട് റെഡി ടു ടേക്ക് ഓവർ ട്വിറ്റർ. ഓക്കെ, ഗ്രേറ്റ്. ഷീ മാനേജ് ദ ബോയിൽഡ് ഓവർ സിറ്റുവേഷൻ. ദാറ്റ്സ് ഗ്രേറ്റ് അല്ലെ. അൺകൺട്രോൾഡ് സിറ്റുവേഷൻ. ദ സിറ്റുവേഷൻ ഇൻ ശ്രീലങ്ക ബിക്കെയിം ബോയിൽ. വേണ്ട ബിക്കെയിം അവിടെ വേണ്ടല്ലോ അഭിരാമേ, അത് വേണ്ട. കാരണം ഇത് ഓൾറെഡി ഒരു ഫ്രേസൽ വേർബാ. ഫ്രേസൽ വേർബ് ഓൾറെഡി ഒരു വേർബ് ഉണ്ട്. അപ്പൊ പിന്നെ ബിക്കെയിം ബോയിൽ ഓവർ വേണ്ട, ഇങ്ങനെ കൊടുത്താൽ മതി. സിറ്റുവേഷൻ ഇൻ ശ്രീലങ്ക ബോയിൽഡ് ഓവർ, ബിക്കെയിം അൺകൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓൾ റൈറ്റ്, ദ സിറ്റുവേഷൻ ഇൻ ശ്രീലങ്ക ബോയിൽഡ് ഓവർ എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ സെറ്റായി. സംടൈംസ് ഫ്രസ്ട്രേഷൻ ആൻഡ് ആംഗർ ക്യാൻ ബോയിൽ ഓവർ ഇൻ ടു വയലന്റ് ആക്ഷൻ. യെസ്, it can be. Yes. Opposition leader in Goa stepped down recently. Yes. The culprit set ablaze പറയില്ല. ഷമാസെ സെറ്റ് അബ്ലേസ് മതി. സെറ്റ് എന്ന വേർബ്, അബ്ലേസ് അഡ്വേർബ് ആണ് കേട്ടോ. നമ്മൾ ചേഞ്ച് വരുത്തുവാണെങ്കിൽ എന്തിനാ ചേഞ്ച് വരുത്തണ്ടേ? ഒന്ന് ആലോചിക്കേ. നമ്മുടെ മുമ്പിൽ ഒരു ഫ്രേസൽ വേർബ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചേഞ്ച് വരുത്തേണ്ടത് എന്തിനാ? ആ ഫ്രേസൽ വേർബിനാണ്, ആ വേർബിനാണ്. അപ്പൊ ബ്രിങ്ങിന് ചേഞ്ച് വരുത്താം. പേ ദ വേക്ക് പേക്ക് ചേഞ്ച് വരുത്തുക. സെറ്റ് അബ്ലേസ് സെറ്റിന്, ടേക്ക് ഓവറിന് ടേക്ക്, സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ്, ബോയിൽ ഓവറിന് ബോയിൽ. ഇൻ പ്ലേസിന് പിന്നെ ഒന്നിനും സെറ്റ് വരുത്തണ്ട. അവിടെ എന്തായാലും ബി ഇൻ പ്ലേസ്, അങ്ങനെ പുട്ട് ഇൻ പ്ലേസ് അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യം വരിക. സോ ദാറ്റ്സ് ഇറ്റ്. വേർബിന് മാറ്റം വരുത്തണം. അപ്പം വേർബിന് ഇതിന് മാറ്റം വരുത്തേണ്ട, കാരണം സെറ്റ് എന്ന വേർബിന്റെ മീനിങ് എന്താണ്? പാസ്റ്റ് ടെൻസ് സെറ്റ് തന്നെയാണ്. സോ ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. ഷമാസ ഇങ്ങനെ കൊടുക്കാം നമുക്ക്. The culprit set ablaze the evidence collected. That's it. Okay. The situation boiled over when the PM stepped down. When the PM stepped down ആണോ? When the PM stepped down. Past tense കൊടുക്കണം കേട്ടോ. കാരണം കഴിഞ്ഞ സംഭവം അല്ലേ, പുള്ളിക്കാരനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, അപ്പോഴാണ് ഈ പ്രശ്നം അതിഭീകരമായത് അല്ലേ. അപ്പൊ ഇങ്ങനെ കൊടുക്കാം. The situation boiled over when the PM stepped, past tense കൊടുക്കണം. Stepped, PPED, stepped down suddenly. The minister's corruption case is boiling over the state. Yes. Rajeshwari, good morning. വിനു ഫുൾ ഓൺ ആയി. ഞാൻ പറഞ്ഞില്ല മൺഡേ ആകുമ്പോഴേക്ക് ഞാൻ തിരിച്ചു വരുവാണ് എൻ്റെ. ഓക്കെ. The company brings in its new product. That's great.
Some northern states boiled over due to new Agnipath scheme. Yes, നമ്മൾ കണ്ടായിരുന്നല്ലേ. Yes, Sri Lankan reigning ഫാമിലിയുടെ deed sets ablaze. Sets ablaze what? എന്ത് കത്തിച്ചു? Sets ablaze a country, sets ablaze the entire village, entire state, entire place എന്നൊക്കെ എന്തെങ്കിലും പറയണം കേട്ടോ. അങ്ങനെ കൊടുത്താൽ കറക്റ്റാ. കാരണം സെറ്റ് അബ്ലൈസ് വാട്ട്, എന്താ കത്തിച്ചേ അല്ലേ, അതുകൂടെ പറയാം. കാരണം സെറ്റ് എന്ന വേർബ് ട്രാൻസിറ്റ് വേർബാ ഗുരുദാസേ, അപ്പോൾ ഒബ്ജക്റ്റ് വേണം. അപ്പോൾ അഡ്വേർബിന് ശേഷം കൊടുത്തോ അത്, അല്ലെങ്കിൽ അഡ്വേർബിന് മുമ്പ് കൊടുത്തോ, സെറ്റ് കഴിഞ്ഞിട്ട് കൊടുത്തോ. ദാറ്റ്സ് റൈറ്റ് കേട്ടോ. ദ പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക സ്റ്റെപ്പ് ഡൗൺ. യെസ്, റൈറ്റ്. അപ്പം മൂവിങ് ഓൺ, നമ്മുടെ മറന്നുകൊണ്ട് ഫ്രേസൽ വെർബ്സ് ബ്രിങ് ഇൻ, പേ ദ വേ, സെറ്റ് അബ്ലൈസ്, ടേക്ക് ഓവർ, സ്റ്റെപ്പ് ഡൗൺ, ബോയിൽ ഓവർ, ഇൻ പ്ലേസ്. മൂവിങ് ഓൺ ടു next, Rohit Sharma takes over the Indian team captaincy. Great. All right. Yes. Moving on. അപ്പോൾ മൺസൂൺ ഓഫർ ഉണ്ട്, 17% ഡിസ്കൗണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്തറിയാം, ഇന്നലെ രാത്രി 12 മണി വരെ നമുക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ മഹാപാക്കുകൾക്കുണ്ടായിരുന്നു, ടെസ്റ്റ് പാക്കുകൾക്കും. നമ്മുടെ കോഴ്സുകൾക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട. ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നുള്ളത്, ഇപ്പോൾ ബാങ്കിങ് ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, സുപ്രീം കോർട്ട് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ദേവസ്വം ബോർഡിന്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ PSCയുടെ 10th മെയിൻസിന്റെ ആയിക്കോട്ടെ, നമുക്ക് കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. വേറെ എവിടെയും പോകണ്ട, നമ്മൾ ഇവിടെയുണ്ട് കോഡ് കേട്ടോ. സോ Y314 ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ട കോഡ്, എൻ്റെ കോഡാണ്, ഫാക്കൽറ്റി കോഡാണ്. Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ 17% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും. അപ്പോൾ സുപ്രീം കോർട്ടിന്റെ കോഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുകൂടാതെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞു. എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് അത് ഞാൻ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ. അപ്പോൾ 3400 രൂപയ്ക്കാണ് നമ്മുടെ കോഴ്സ് ഇവിടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും. 3400 രൂപ. ടെസ്റ്റ് സീരീസ് ഉണ്ട്, ഇ ബുക്ക് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, ഒബ്ജക്റ്റീവ് പേപ്പർ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് പോസ്റ്റിലോട്ടുള്ള ബാച്ചാണ് ടോപ്പേഴ്സ് ബാച്ച്. ജൂലൈ 14 തീയതി ആരംഭിക്കുന്നു. 3 ക്ലാസ്സുകളുണ്ട് ഡെയിലി, 2 മണി മുതൽ 3:30, 5 മുതൽ 6:30, 8 മുതൽ 9:30. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യം ഓഗസ്റ്റ് 31-നുള്ളിൽ ക്ലാസ് തീർക്കും. That's how we complete our session. Okay. അതുപോലെ അസ്ത്ര 2.0 ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ഇത്തവണ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റും ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ്. അസ്ത്ര 2.0 SSCയുടെ എക്സാം ആണ്. SSC ഓൾറെഡി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാംസ് ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണ്. CGL, CHSL, MTS ഏറ്റവും പ്രോമിനന്റ് എക്സാംസ് ആണ്. ബാക്കി എല്ലാ എക്സാംസും ഇത് പഠിച്ച ബാക്കി എല്ലാ എക്സാംസും നിങ്ങൾ പുഷ്പം പോലെ പാസ് ചെയ്യാം. അതിപ്പോൾ നോൺ ടെക്നിക്കൽ എക്സാംസ് അല്ല, നമ്മുടെ JEE ഒക്കെ അല്ലേ ടെക്നിക്കൽ എക്സാംസിൽ നോൺ ടെക്നിക്കൽ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. സോ യു ക്യാൻ കം ആൻഡ് ജോയിൻ അവർ ബാച്ച്. മറക്കണ്ട. അപ്പോൾ നമ്മുടെ ബാച്ച് ജൂലൈ 1 ആരംഭിച്ചു. ക്ലാസ്സുകൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഉള്ളത്, എല്ലാ ദിവസവും ഇല്ല. എസ്പെഷ്യലി 4 ദിവസം ആഴ്ചയിലുള്ളൂ. മൺഡേയ്സിൽ, വെൻസ്ഡേയ്സിൽ, ഫ്രൈഡേയ്സ് ആൻഡ് സാറ്റർഡേയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 2 ക്ലാസ്സുകളായിരിക്കും ഉള്ള ദിവസങ്ങളിൽ, 3 and 6:30 എല്ലാം 130 hour സെഷൻ ആണ് കേട്ടോ, ഓർത്തിച്ചോളൂ. അപ്പോൾ വരിക, ജോയിൻ ചെയ്യുക. കാരണം ഇത്തവണ ഞാൻ പിന്നെയും എടുത്ത് പറയാണ്, നിങ്ങൾ ഒരിക്കലും സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് അപ്ലൈ ചെയ്യാതിരിക്കരുത്. അപ്ലൈ ചെയ്യുക, അറ്റംപ്റ്റും ചെയ്യണം. കാരണം ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ ഇത്തവണ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കാരണം വേക്കൻസി അത്രമാത്രം കൂടുതലാണ്. അങ്ങനെ ഒരു ചാൻസ് എപ്പോഴും വരില്ല കേട്ടോ, എപ്പോഴും വരില്ല. പിന്നെ ഇവർ റിട്ടയർ ആകുമ്പോൾ എപ്പം നിങ്ങൾക്ക് ജോലി കിട്ടാനാ? ഈ ചാൻസ് ഇപ്പം നോക്കാം. ദാറ്റ്സ് ഇറ്റ്. അത് ഓർത്തോണം, വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നത്. മൂവിങ് ഓൺ, നമ്മുടെ വേർഡ്സിലോട്ട് പോകാം. ആദ്യത്തെ വേർഡ് അൺഫോർട്ടോൾഡ്. ഫോർട്ടോൾഡ് അറിയാലോ, ഇത് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ V3 ഫോമുകളൊക്കെ അഡ്ജക്റ്റീവ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. V3 ഫോമുകൾ നമുക്ക് അഡ്ജക്റ്റീവ് ഫോമുലേഷൻ ആയിട്ട് ഉപയോഗിക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇത് V3 ഫോമാണ്, അത് അഡ്ജക്റ്റീവ് ഫോമുലേഷൻ ആയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അൺഫോർട്ടോൾഡ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൺപ്രഡിക്റ്റബിൾ, അൺഫോർസീൻ, വിചാരിച്ചിട്ടില്ലേ, നമ്മൾ വിചാരിക്കുക പോലും ചെയ്യില്ല. അൺപ്രഡിക്റ്റഡ് ആണ്, അൺആന്റിസിപ്പേറ്റഡ് ആണ്, വിചാരിച്ച പോലും അൺആന്റിസിപ്പേറ്റഡ് അല്ലേ. ദാറ്റ് ഈസ് അൺആന്റിസിപ്പേറ്റഡ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം. അൺഫോർസീൻ, അൺപ്രഡിക്റ്റഡ്, അൺആന്റിസിപ്പേറ്റഡ് എന്ന് പറയാം അൺഫോർട്ടോൾഡ്. അപ്പോൾ എന്ന പ്രിഫിക്സ് കണ്ടാൽ തന്നെ അറിയാം, പ്രിഫിക്സ് മുന്നിലിടും, ഒരു വേർഡ് മുമ്പ് വരുന്നല്ലേ, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇറ്റ് ഈസ് നെഗറ്റീവ് വേർഡ്. അയ്യോ, നമ്മൾ വിചാരിച്ച് പ്രതീക്ഷിക്കാതെ വിട്ടൊരു ആക്ഷൻ, അല്ലെങ്കിൽ സംതിങ് ഹാപ്പൻ അല്ലേ. അത് അടുത്ത് നോക്കിയേ, സൈക്കി. പി കഴിഞ്ഞിട്ട്, ബി ഇവിടെ സൈലന്റ് ആണ്, SYCHE, സൈക്കി നൗൺ ആണ്. സൈക്കി മീൻസ് സോൾ, മൈൻഡ്, സ്പിരിറ്റ്, പെർസോണ, പിന്നെ ഒരുപാടുണ്ട്, ഐഡന്റിറ്റി, അങ്ങനെ ഇൻഡിവിജ്വാലിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. സൈക്കി മീൻസ് നമ്മുടെ സോള്, നമ്മുടെ മൈൻഡ്, മനസ്സ്, സ്പിരിറ്റ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ പെർസോണ, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഓർ പെർസോണ, നമ്മുടെ സ്വഭാവം നമ്മൾ കംപ്ലീറ്റ് ആവുന്ന ഒരു സംഭവമില്ല, അത് ഓർ ഐഡന്റിറ്റി ഓർ ഇൻഡിവിജ്വാലിറ്റി എന്നൊക്കെ നമുക്ക് സിനോണിംസ് ആയിട്ട് അങ്ങനെ പോകും. സൈക്കി ഓർത്തോണം കേട്ടോ. അടുത്ത് ഓവർസി. ഓവർസി ചെയ്യുക, ഓർമ്മയാണ്. ഓവർസി വരും, മനസ്സിൽ ഓർത്തോണം. നമ്മുടെ
വെറുതെയാണ് ഒരു ഭാര്യ, വെറുതെ ഒരു ഭാര്യ അല്ലേ, എന്തോ സിനിമയുടെ പേര് പറഞ്ഞു, വെറുതെ ഒരു ഭാര്യൻ്റെ അകത്ത് ജയറാം പറയുന്നവരും അല്ലേ, ഓവർസിയർ ആണ് തല്ലരുത്. അപ്പൊ ഓവർസിയർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂപ്പറിൻറ്റൻഡന്റ് ആണ്, അല്ലെ സൂപ്പർവൈസർ ആണ്. ഞാൻ സൂപ്പർവൈസർ ആയിരുന്നതല്ലെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഓവർസിയർ നൗൺ ആണ്. ഓവർസി എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ സൂപ്പറിൻറ്റൻഡ് ചെയ്യുക. സൂപ്പറിൻറ്റൻഡ് വേർബുമാണ് നൗണും ആണ് കേട്ടോ, സൂപ്പറിൻറ്റൻഡ്. അല്ലെങ്കിൽ റൺ ചെയ്യുക മീൻസ് ഒരു കമ്പനി നമ്മൾ മാനേജ് ചെയ്യുക അല്ലെ, അതാണ് പുള്ളിയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റൺ ചെയ്യുന്നത്, ഓർത്തോണം. റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യാൻ അർത്ഥം, സൂപ്പർവൈസ് ചെയ്യാന്നാണ് അർത്ഥം, ഓർത്ത് വെച്ചോ. അപ്പോൾ വേർബ് എന്താണ്? ഓവർസിയർ ആണ് നൗൺ. മറക്കരുത്. നമ്മുടെ വെറുതെ ഒരു ഭാര്യൻ്റെ അകത്ത് പുള്ളിക്കാരൻ പറയുന്നില്ലേ, നമ്മുടെ പേരും പറയുന്നില്ല, വീണ്ടും ജയറാം പറയുന്ന ഡയലോഗ്, ക്യാരക്ടറിന്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ ഓവർസിയർ ആണ് തല്ലരുത്. അപ്പൊ ഓവർസിയർ മീൻസ് സൂപ്പർവൈസർ. അപ്പൊ ഓവർസി ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, സൂപ്പറിൻറ്റൻഡ് ചെയ്യുക. സൂപ്പറിൻറ്റൻഡ് എന്ന് പറഞ്ഞാൽ വേർബാണ്. ഇവിടെ സൂപ്പറിൻറ്റൻഡ് ഇല്ലേ, അതിന്റെ റൺ ചെയ്യുക ഓർ മാനേജ് ചെയ്യുക, ദാറ്റ് ഇസ് ഓവർസി. അടുത്തത് ഇംപീരിയൽ. ഞാൻ എപ്പോഴും പറയും ഇംപീരിയൽ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഇംപീരിയൽ റൂൾ, ഇന്ത്യ വാസ് അണ്ടർ ഇംപീരിയൽ റൂൾ അല്ലെ. ഇന്ത്യയൊക്കെ ഒരുപാട് നാൾ റോയൽ റൂളിന്റെ താഴെയായിരുന്നു, ഇതിലായിരുന്നു. ഇംപീരിയൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോയൽറ്റി എന്നുള്ള അർത്ഥത്തിൽ ഇംപീരിയൽ പറയും കേട്ടോ, നൗൺ ആയിട്ടും പറയും. അല്ലാതെ വേർബ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ച്. നൗൺ ആയിട്ട് ഉപയോഗിക്കും ഒബ്വിയസ്ലി റോയൽറ്റി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ദേ ആർ ഇംപീരിയൽസ് എന്ന് പറഞ്ഞാൽ ദേ ആർ റോയൽ. അവരൊക്കെ വലിയ റോയൽ, അവരൊക്കെ രാജാക്കന്മാരല്ലേ എന്നർത്ഥം കേട്ടോ. കിങ്സ് ആണ് ഇംപീരിയൽസ് കേട്ടോ, നൗൺ ആയിട്ട് ഉപയോഗിക്കും. ബട്ട് അഡ്ജക്റ്റീവ് ആയിട്ട് കൂടുതൽ ഉപയോഗിക്കുക. സോ അഡ്ജക്റ്റീവിന്റെ മീനിങ് ഇതാണ്: റോയൽ, റീഗൽ, മൊണാർക്കിക്കൽ അല്ല, മൊണാർക്കിക്കൽ അല്ലെങ്കിൽ കിങ്ലി. കിങ് എന്ന വാക്ക് നൗൺ ആണ്. നൗണിൻ്റെ കൂടെ എൽവൈ ഇട്ട് കൊടുത്താൽ അഡ്ജക്റ്റീവ് കിട്ടി. അറിയാലോ, കിങ് എന്ന വാക്കിന് നൗൺ ആണ്. കിങ് എന്ന വാക്കിനൂടെ എൽവൈ ഇട്ട് കൊടുത്താൽ, നൗൺ എന്ന വാക്കിനൂടെ എൽവൈ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് കിട്ടി. സോ ദിസ് ഈസ് എൻ അഡ്ജക്റ്റീവ്. കിങ്ലി, മൊണാർക്കിക്കൽ, റീഗൽ, റോയൽ എന്നൊക്കെയാണ് ഇംപീരിയൽ എന്ന വാക്കിന്റെ അർത്ഥം. മറന്നു പോകരുതേ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചല്ലേ വിനു ഇംപീരിയൽ, ഓർത്ത് വെച്ചോളാം. യെസ്. വെറുതെ ഒരു ഭാര്യ. സിനിമയൊക്കെ പറയുമ്പോൾ എല്ലാവരും അടിപൊളിയാണ്. അതെ, സുഗുണൻ. അത് തന്നെ, സുഗുണൻ. ഓർസിയർ സുഗുണൻ. യെസ്. ഷീ ഹാസ് സെറ്റ് എ ബ്ലേസ് ഓൾ ദ ക്ലോത്ത്സ്. ഓൾ റൈറ്റ്, എല്ലാം കത്തിച്ചു അല്ലേ, കൊള്ളാം. മാം ഞാൻ ലാസ്റ്റ് എഴുതിയത് പ്രൊപ്പോസിഷൻ ഇട്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ട് അഡ്വേർബ് ഡൗട്ട് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ. ശരി. ഓക്കെ, അതുകൊണ്ടല്ലേ. ഓക്കെ. സെറ്റ് ബ്ലേസിൻ്റെ അല്ലേ, മനസ്സിലായി. His dedication and commitment paved the way for his success. Great. Deed set ablaze people's independence. എന്ത് ഡീഡ്? ആരുടെ ഡീഡ്? മറ്റേ സെന്റൻസിന്റെ വാക്യല്ലേ. യെസ്, ഗ്രേറ്റ്. People's independence. That's great. People have in place good manner for individual development. That's great. It was an unforetold story. Yes. അത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്റ്റോറി ആയിപ്പോൾ അല്ലേ. യെസ്. റിന്റു മാം, സെക്രട്ടറി അസിസ്റ്റന്റ് കട്ട് ഓഫ് എത്ര വരും? 42 ഒക്കെ ഉള്ളവർക്ക് കിട്ടുമോ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അത് കൂടുതൽ വരും കേട്ടോ. കാര്യം നമ്മുടെ ഡിഗ്രി പ്രിലിംസിലെ ഏറ്റവും കട്ട് ഓഫ് കൂടിയത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനാണ്. അതുകൊണ്ട് കട്ട് ഓഫ് കൂടുതലായിരിക്കും, 42 കൂടുതൽ വരുമായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് വൈസ് ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കും കാർത്തിക്, നമ്മൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ എപ്പോഴും കട്ട് ഓഫ് കൂടുന്നത് എങ്ങനെയാണെന്ന് അറിയോ? കുറയാൻ കൂടാം. എങ്ങനെയാ? അക്കോർഡിംഗ് ടു ദി പീപ്പിൾ അപ്ലൈഡ് ആൻഡ് അക്കോർഡിംഗ് ടു ദ പീപ്പിൾ have written the exam. പീപ്പിൾ എത്ര പേര് എഴുതി എന്നുള്ളതും എത്ര കാൻഡിഡേറ്റ്സ് എഴുതിയെന്നും എത്ര ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുള്ള ബേസിലാണ് നമുക്ക് കട്ട് ഓഫ് വരാം. 42 അല്ല, അത് കൂടുതലാണെന്ന് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പം ഇത്തവണ വരുന്നത് അല്ലേ 42 കൂടുതലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഓരോ ഇതനുസരിച്ചിരിക്കുവേ, ഓരോ ഡിസ്ട്രിക്ട് അനുസരിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് കേട്ടോ. ഷീസ് എ വെരി ഗുഡ് സൈക്കി. ഷീസ് എ വെരി ഗുഡ് സൈക്കി പറയില്ല. ഷീസ് എ വെരി ഗുഡ് ഐഡന്റിറ്റി എന്ന് നമ്മൾ പറയില്ല, അല്ലെങ്കിൽ ഷീസ് എ വെരി ഗുഡ് പേഴ്സോണ എന്ന് നമ്മൾ പറയില്ല. അല്ല, പേഴ്സൺ എന്നുള്ള അർത്ഥമല്ല സൈക്കിക്ക്. ഷീ ഹാസ് ഇങ്ങനെ പറയാം, ഷീ ഹാസ് എ വെരി ഗുഡ് സൈക്കി. അത് കറക്റ്റാ. അവൾക്കൊരു നല്ല മൈൻഡാ, അവൾക്ക് നല്ലൊരു സ്പിരിറ്റാ, അവൾക്ക് നല്ലൊരു പേഴ്സോണയാ, നല്ലൊരു ഐഡന്റിറ്റി, നല്ലൊരു ഇൻഡിവിജ്വാലിറ്റിയാ. ദാറ്റ് ഇസ് വാട്ട് വി ക്യാൻ സേ. സോ യു ക്യാൻ സേ ഷീ ഹാസ് എ വെരി ഗുഡ് സൈക്കി എന്ന് പറഞ്ഞു കേട്ടോ. അടുത്തത് കാർത്തിക്കിന്റെ സുഗുണൻ ക്യാരക്ടർ അല്ലേ. ഓക്കെ, താങ്ക് യു. ദ ഗവൺമെന്റ്സ് അൺഫോൾട്ടോൾഡ് ഡിസിഷൻ ബ്രോട്ട് ഇൻ മെനി അലിഗേഷൻസ്. ഗ്രേറ്റ് ഷമാസ്, ഗ്രേറ്റ്. ഐ എം മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഓവർസീ ഓൾ ദ ജോബ് അല്ല ദൈവിക. ഇൻ പ്രിപ്പോസിഷനാ. പ്രിപ്പോസിഷന് ശേഷം നൗണ് അല്ലെങ്കിൽ പ്രൊനൗൺ ഒബ്ജക്റ്റ് വരണം. അപ്പൊ നൗൺ ആയിട്ട് വരാൻ വേണ്ടി വേർബിനെ എങ്ങനെ നൗൺ ആക്കുക? ING ഇട്ടോളാം. ഐ ആം മോർ ഇൻട്രസ്റ്റഡ് ഇൻ ഓവർസീയിങ് ഓൾ ദ ജോബ്സ്. എനിക്ക് കൂടുതൽ ഇഷ്ടം മാനേജ് ചെയ്യാനാണല്ലേ. സോ അല്ലെ, നമ്മളെല്ലാം റൺ ചെയ്യുന്ന ഇഷ്ടം. സോ ദാറ്റ് ഈസ് വാട്ട് യു ക്യാൻ സേ ഓവർസീയിങ്. അവിടെ ആകെ ദൈവിക മാറ്റം വരുത്തുന്നത് ഓവർസീയിങ്. ജെറൻ ഇട്ട് കൊടുത്താൽ മതി. പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് മറക്കണ്ട കേട്ടോ. Yes, unforetold weather conditions caused jitter among the people. That's great. The Ponniyin Selvan, yes. The Ponniyin Selvan, P capital കൊടുക്കുക. Movie is in place for a launch. Yes.
Good morning. Good morning, Sridevi. I'm doing so great today. Thank you so much for asking. Enough exam tough ആയിരുന്നു മാം സെക്രട്ടറി ടെസ്റ്റ്. അതെ. ഓക്കെ. സെക്രട്ടറി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഡിഗ്രി പ്രിലിംസ് അല്ലേ ഷൈനി? അതെല്ലാവർക്കും ടഫായിരുന്നു. സെക്രട്ടറി ടെസ്റ്റ് മാത്രമല്ല, എല്ലാം ടഫായിരുന്നു. ഡിഗ്രി പ്രിലിംസ് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതല്ലേ, എല്ലാവർക്കും വേണ്ടി ഒറ്റ എക്സാം അല്ലേ? ഭയങ്കര ഒരു പാടാണ്. റിസൾട്ട് വന്നു തുടങ്ങിയല്ലോ അല്ലേ? അതാണ് പ്രശ്നം. Yes, his unforetold action put everybody in shock. Yes, great. An unforetold future won't allow us. ഇങ്ങനെ കൊടുക്കാം. Won't allow us to introduce. Allow കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് ആണ്. Allow ആരെ? Allow us. നമ്മളെ allow ചെയ്യില്ല. To intrude. എന്താ പറയുക, ഇടപെടുക. To intrude our decisions എന്ന് കൊടുക്കണം കേട്ടോ ഗുരുദാസെ. Allow us to intrude our decisions കൊടുക്കാം. അല്ലെങ്കിൽ allow anybody to intrude our decisions. To intrude in എന്ന് പറയാം. intrude in somebody's life. intrude in our decisions ആണ്. അതാണ് കറക്റ്റ്. Colossal crowd were appeared. Where appeared വേണ്ട. തെറ്റാ. വേർ അപ്പിയർഡ് വരുമ്പോൾ അത് പാസീവായി. പക്ഷെ ഇത് പാസീവായിട്ടല്ല നീ ഉപയോഗിച്ചേക്കുന്നത്. സബ്ജക്റ്റ് ക്രൗഡ് ആണ്, അപ്പൊ അത് പാസീവ് അല്ല. അപ്പോൾ വേർ അപ്പിയർഡ് വേണ്ട, വേർ കട്ട് ചെയ്ത് കളയണേ വിനു. എന്നിട്ട് എഴുതാം കൊളോസൽ ക്രൗഡ് അപ്പിയർഡ് വെൻ ലുലു ഗ്രൂപ്പ് brought in the midnight sale and that boiled over. Yes, that's great. അവിടെ വരെയുള്ള കറക്റ്റ് ആണ്. വേറെ കട്ട് ചെയ്താൽ സെറ്റ് ആവും കേട്ടോ, ശ്രദ്ധിക്കാം കേട്ടോ. ഓൾറൈറ്റ്. ലുലുവിലെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ? ലുലുവിലൊക്കെയുള്ള ഫോട്ടോസൊക്കെ ഞാൻ കണ്ടായിരുന്നു. എന്തായിരുന്നല്ലേ? ഓവർസീ മുൻകൂട്ടി കാണുക എന്ന് മീനിങ് ഉണ്ടോ? ഇല്ലില്ല, ഓവർസീക്കില്ല, ഫോർസീക്കാണ് കേട്ടോ. ഗോങ്യു ആരായിരുന്നു? രമ്യ അല്ലേ? രമ്യ നമ്മുടെ ഫോർസീ ചെയ്യാന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. ഫോർസി കണ്ടോ? ഫോർസി അതാണ്. ഓവർസീ എന്ന് പറഞ്ഞാൽ അതല്ല. ഒരു കാര്യത്തെ നമ്മൾ എന്താ പറയുക, അതിനെ നമ്മൾ ഇതാക്കി കാണാണ്, എന്താ പറയുക, അതിനെ മുകളിൽ നിന്ന് കാണുവാണ്. മനസ്സിലായോ? ദാറ്റ് ഇസ് മാനേജ് എന്നാണ് അർത്ഥമുള്ള. 42 ഒക്കെ ടോപ്പ് മാർക്ക് ആയിരിക്കും മാം ഒരു പക്ഷേ. ചിലപ്പോൾ ഒരു പക്ഷേ. ശരിയാ, എക്സാം ടഫായിരുന്നല്ലോ അല്ലേ? അപ്പോൾ 42 ശരിയാ. ശരിയാ കാർത്തിക്. 42 ചിലപ്പോൾ മതി. 42 മതിയായിരിക്കും കേട്ടോ. സത്യ ഗുരുദാസ് പറഞ്ഞ ആ കാര്യം ശരിയാ. ടഫ് ആയതുകൊണ്ട് തന്നെ മിക്കവാറും കട്ട് ഓഫ് കുറയും. 42 ഒക്കെ മതിയായിരിക്കും കേട്ടോ. യെസ്. അപ്പോൾ സോറി ഫോർ ദാറ്റ്. അപ്പോൾ കാർത്തിക് ഒന്ന് ഓർത്തോ, അത് മതിയായിരിക്കും കേട്ടോ. ഞാനൊന്നും അത് ഓർത്തില്ല, ആ കാര്യം ഓർത്തില്ല. മോസ്റ്റ് ഓഫ് ദ കേരളൈറ്റ്സ് ആർ ദർ തിയസ്റ്റ് സൈക്കി. ശരിയാ, എല്ലാവർക്കും ഉണ്ട് ദൈവവിശ്വാസം അല്ലേ? ഭൂരിഭാഗം ആൾക്കാർക്കും. ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റഡ് ഇംപീരിയൽ കമ്മിറ്റി ടു സ്റ്റഡി ദ കോർപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. യെസ്. Unforetold assassination of Shinzo Abe made a shock in Japan people അല്ലല്ലോ സോനലെ, ജാപ്പനീസ് പീപ്പിൾ ഇൻ ജപ്പാൻ എന്ന് കൊടുത്തോ, അല്ലെങ്കിൽ ഷോക്ക് ഇൻ ജപ്പാൻ എന്ന് കൊടുക്കുള്ളൂ. ജപ്പാൻ പീപ്പിൾ കൊടുക്കില്ല. ഷോക്ക് കൊടുക്കുക. ആർക്ക് കൊടുക്കുക? ടു ജാപ്പനീസ് പീപ്പിൾ. ഷോക്ക് ടു ജാപ്പനീസ് പീപ്പിൾ, ഷോക്ക് അമംഗ് ജാപ്പനീസ് പീപ്പിൾ കൊടുത്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഷോക്ക് ഇൻ ജപ്പാൻ കൊടുക്കുക കേട്ടോ സോനലെ, അത് നോക്കണേ. The frequent overseeing of the patients eliminated exacerbation at a great extent. That's great. Yes. When her problems boiled over, she took a strong decision. Great. It is always interesting to get to know the lifestyle of the Imperial. Yes. Colossal crowd appeared when Lulu Group brought in the midnight sale, and that boiled over. Great. Good morning, Chippy. How are you? സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോഴല്ലേ എണീറ്റേ കൊച്ചുകള്ളി? An foretold future won't allow us to intrude in our decisions. That's great. Moving to next. Okay, afresh. എന്താണ് അഫ്രഷ് എന്ന വാക്കിന്റെ അർത്ഥം? ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. ഫ്രഷ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ആണ്. അഫ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വേർബ് ആണ്. സോ അഫ്രഷ് മീൻസ് എ ന്യൂ, അഗൈൻ, വൺസ് മോർ. ഇതെല്ലാം അഡ്വേർബ് ആണ്. അഫ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വേർബ് ആണ്. ദാറ്റ് മീൻസ് ഒരു പുതിയ, ഇൻ എ ഡിഫറെന്റ് ഓർ എ ന്യൂ വേ. അതായത് അഫ്രഷിന്റെ ഒരു, നിങ്ങൾക്ക് വൺ വേർഡ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നാ എഴുതാം? വൺ വേർഡ് ചോദിക്കുകയാണെങ്കിൽ എഴുതാം ഇൻ എ ന്യൂ ഓർ ഡിഫറെന്റ് വേ എന്നാണ് അഫ്രഷിന്റെ അർത്ഥം. ഒരു പുതിയ രീതി. അപ്പോൾ നൗണിന്റെ കൂടെ, വേർബിന്റെ കൂടെ ഉപയോഗിക്കാവുള്ളേ, കാരണം ഇറ്റ്സ് എൻ അഡ്വേർബ് അല്ലേ. ലെറ്റ് സ്റ്റാർട്ട് അഫ്രഷ്. നമുക്കൊന്ന് പുതിയ രീതി തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട് അഫ്രഷ് എന്ന് പറയില്ലേ? ഡിഫറെന്റ് വേ. in a new or different way കേട്ടോ. So let's start afresh, let's do afresh എന്നൊക്കെ പറയുന്നേക്കാം. So adverb ആണ് a new, again, once more എന്നാണ് അർത്ഥം. ഓർത്ത് വെച്ചോണേ. മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ്. സമയം കളയേണ്ട, നമുക്ക് നേരെ പോകാം. നെക്സ്റ്റ് വേർഡ് നോക്കിയേ. അടുത്ത വേർഡ് ഇതാണ് ഇംപ്രിന്റ്. അറിയാലോ ഇംപ്രിന്റ് എന്ന് പറഞ്ഞാൽ? ഇംപ്രിന്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ലേ? നമ്മുടെ, എനിക്കറിയാൻ തോന്നുന്നു പലർക്കും അറിയായിരിക്കും. സീരീസ് ഒക്കെ ഉണ്ടല്ലേ ഇംപ്രിന്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും ഓർമ്മ ട്വൈലൈറ്റ് സീരീസാണ്. ട്വൈലൈറ്റിൻ്റെ അകത്ത്
റെനസ്മയുടെ മേൽ ഇംപ്രിന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മുടെ ജേക്കബ് ഇംപ്രിന്റ് ചെയ്തു. എനിക്കറിയത്തില്ല, നിങ്ങൾ അറിയുന്നുണ്ടോ ട്വൈലൈറ്റ് സീരീസ്? പണ്ട് കാലത്ത് എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു ഈ ട്വൈലൈറ്റ് സീരീസ്. പണ്ടൊരു എന്താ പറയുക, അത് ഇറങ്ങിയ സമയത്ത്. അതാണ്, അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ അതെനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ ഹാരി പോട്ടറൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ട്വൈലൈറ്റ് സീരീസ് വന്നു. അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇംപ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംപ്രിന്റ് ഉണ്ട് ഇംപ്രസ് ചെയ്യുക ഓർ സ്റ്റാമ്പ് ചെയ്യുക. ലിറ്ററലി പ്രിന്റ് ചെയ്ത് വെക്കുക എന്നാണ് ഇംപ്രിന്റ് ചെയ്യുക. അതായത് സ്റ്റാമ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ടേ. അതാണ് വേർബൽ മീനിങ്, വേർബിന്റെ മീനിങ്. നൗണിന്റെ മീനിങ് ഇതാണ് ഇംപ്രഷൻ. ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ഇംപ്രിന്റ് ഓൺ പീപ്പിൾ. ഇത് പീപ്പിളിന്റെ, മനുഷ്യരുടെ മുകളിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇംപ്രിന്റ് ഓൺ പീപ്പിൾ, മാർക്ക് ഓൺ പീപ്പിൾ, മാർക്ക് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് ഇംപ്രിന്റ്. ഇംപ്രിന്റ് മീൻസ് ഇംപ്രഷൻ അല്ലെങ്കിൽ മാർക്ക്. വേർബായിട്ട് വരുമ്പോൾ ഇംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാമ്പ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് സീ നെക്സ്റ്റ് വേർഡ്. റീവൈറ്റലൈസ്. വൈറ്റലൈസ് ചെയ്യുന്ന ജീവിപ്പിക്കുക എന്നാണ്. വൈറ്റലൈസ് ചെയ്യുക, പുനർജീവിക്കുക അല്ലെ. സോ റീവൈറ്റലൈസ് എന്ന് പറഞ്ഞ വേർബാണ്. വീണ്ടും അല്ലെ. റീ ഇൻവിഗറേറ്റ് ചെയ്യുക, ഇൻവിഗറേറ്റ്. റീ എനർജൈസ് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, ഫോർട്ടിഫൈ ചെയ്യുക, അങ്ങനെ പോട്ടോ. സ്ട്രെങ്തൻ ചെയ്യാന്നൊക്കെയാണ് അർത്ഥമുണ്ട്. അപ്പൊ അതിന്റെ സിനണിമാണ് സ്ട്രെങ്തൻ ഒക്കെ കേട്ടോ. ഫോർട്ടിഫൈ ഒക്കെ അതിന്റെ സിനണിമായിട്ട് അങ്ങനെ പോകും, ഒരുപാടുണ്ട്. റീ ഇൻവിഗറേറ്റ്, റീ എനർജൈസ്, സ്ട്രെങ്തൻ എന്നൊക്കെ. അടുത്ത വാക്ക് കേട്ട് പരിചയമുണ്ടായിരിക്കും. സോഷ്യൽ ടബു എന്ന് കേട്ടില്ലേ? റിലീജിയസ് ടബു, സോഷ്യൽ ടബു എന്ന് കേട്ടില്ലേ? സോ ഇറ്റ്സ് ടബു. ടബു ഇസ് നമ്മുടെ ഹിന്ദി സിനിമയിലുള്ള അല്ലെങ്കിൽ തമിഴ് സിനിമയിലുള്ള ടബു. ആ ടബു അല്ല കേട്ടോ, അത് വേറെ ടബു. ഈ ടബു TABOO ടബു. ഈ ടബു നൗൺ ആയിട്ട്, വേർബായിട്ട്, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. നൗൺ ആയിട്ട് ഉപയോഗിച്ച് പ്രൊഹിബിഷൻ അല്ലെങ്കിൽ പ്രോസ്ക്രിപ്ഷൻ. ഓർമ്മയുണ്ടോ? പ്രെസ്ക്രിപ്ഷൻ അല്ല, പ്രോസ്ക്രിപ്ഷൻ. പ്രെസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ സജഷൻ എന്നാണ്, അഡ്വൈസ് എന്നാണ്. ഇത് പ്രോസ്ക്രിപ്ഷൻ ആണ്. പ്രോസ്ക്രിപ്ഷൻ, പ്രിസ്ക്രിപ്ഷൻ അല്ല. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അത് PRE ആണ്. ഒരു എന്താ പറയുക, ലെറ്റർ തെറ്റിയാൽ മൊത്തം തെറ്റിയ. ഇറ്റ് ഈസ് പ്രോസ്ക്രിപ്ഷൻ, പ്രൊഹിബിഷൻ. വെറുതെ ഫോർബിഡൻ. ഫോർബിഡൻ മീൻസ് എന്താണ്? ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ഫോർബിഡൻ ആണ്, നമുക്കത് ചെയ്യാൻ പറ്റൂടാ. ദാറ്റ് മീൻസ് റെസ്ട്രിക്റ്റഡ് ആണ് ഓർ പ്രൊഹിബിറ്റഡ് ആണെന്നൊക്കെ പറയാം അല്ലെ. റെസ്ട്രിക്റ്റഡ് ആണ്, പ്രൊഹിബിറ്റഡ് ആണെന്നൊക്കെ പറയാം. അപ്പോൾ അത് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. ആൻഡ് വേർബായിട്ട് വരുമ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യുക ഓർ പ്രൊഹിബിറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? വേർബും നൗണും അഡ്ജക്റ്റീവ് ഒക്കെ അറിയാലോ. ടബു, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ഡോക്ട്രിൻ. ഡോക്ട്രിൻ ആണ്. ഡോക്ട്രിൻ ഒരു നൗണാണ്. അർത്ഥം ഇതാണ്, ബിലീഫ്, ഒരു വിശ്വാസം. എസ്പെഷ്യലി റിലീജിയസ് വിശ്വാസങ്ങളാണ് ഡോക്ട്രിൻ എന്ന് പറയാം കേട്ടോ. റിലീജിയസ് ഡോക്ട്രിൻസ് കൂടുതൽ പറയാം. അപ്പൊ ഡോക്ട്രിൻ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള ഒരു വിശ്വാസങ്ങൾക്കാണ്. നമ്മുടെ വിശ്വാസം, ബിലീഫ്, ഡോഗ്മ അല്ലെങ്കിൽ കൺവിക്ഷൻ. ഈ കൺവിക്ഷൻ അറിയാലോ, ബിലീഫ് എന്ന അർത്ഥമാണ്. മറ്റേ കൺവിക്ഷൻ നിങ്ങൾക്ക് അറിയാം. കൺവിക്ഷൻ അറിയാലോ, അക്വിറ്റലിന്റെ ഓപ്പോസിറ്റ്, സെന്റൻസ്. അടുത്താണ് അപ്രൈസിങ്. നൗണാണ്. അപ്രൈസിങ് മീൻസ് റെബല്യൻ അല്ലെങ്കിൽ റിവോൾട്ട്, ഇൻസറക്ഷൻ അല്ലെ. അപ്പൊ ശ്രീലങ്കയിൽ നടക്കുന്ന അപ്രൈസിങ്, അതിനെപ്പറ്റിയാണ് ഇന്ന് ആർട്ടിക്കിൾ ഉള്ളത്. നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. I want to start my life afresh. That's great sentence, Devika. Great sentence. Forget the past and start afresh. Yes. വിട്ട് കളയല്ലേ, പുതിയ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. That's it. ഫ്രഷ് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ആണ് ഗുരുദാസ്. ഫ്രഷ് അഡ്ജക്റ്റീവ്, അഫ്രഷ് അഡ്വേർബ്. That's it. അത് തന്നെ. 1 glass of juice can revitalize me after a hectic day. Wow, that's great. കൊള്ളാലോ, എളുപ്പമാണല്ലോ പരിപാടി. The iconic performance imprinted the spectators. Yes, impressed അല്ലേ. That's great. No society can progress. പ്രോഗ്രസ് നൗണാ. പ്രോഗ്രസ് വേർബായിട്ട് ഉപയോഗിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ക്യാൻ പ്രോഗ്രസ്. ഒരു സെക്കൻഡേ, അതൊന്ന് സെറ്റാക്കി തരാം. വേർബായിട്ട് പറയും. ശരി വേർബായിട്ട് പറയും. അപ്പോൾ അത് കറക്റ്റാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി നോക്കിയിട്ട് സെറ്റാക്കി തരാം. യെസ്. നോ സൊസൈറ്റി ക്യാൻ പ്രോഗ്രസ് ഇഫ് ഇറ്റ് ഡസ് നോട്ട് മസ്റ്റർ ദ കറേജ് ടു ക്വസ്റ്റ്യൻ taboos, particularly those which trample on human rights, dignity and liberal values. Great. Fahd Fasil revitalized the baby in Vikram movie. All right. They arranged an imperial welcome for the new president. That's right. The doctrine of lapse was a policy of annexation initiated by the East India Company in the Indian subcontinent. Yes. ഓർമ്മയുണ്ട് doctrine of lapse? പണ്ട് പഠിച്ചതാണ്, ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോവാണ്. നെക്സ്റ്റ് സെറ്റ്, റാത്ത്. എന്താണ് റാത്ത്? നിങ്ങൾക്ക് റാത്ത് ഓഫ് മാൻ സിനിമ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജെയ്സൺ സ്റ്റേത്തത്തിന്റെ മൂവി നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും. റാത്ത് ഓഫ് മാൻ നല്ല മൂവി ആട്ടോ, എനിക്കിഷ്ടം. അപ്പൊ റാത്ത് എന്ന് അർത്ഥം എന്നാണെന്നറിയോ? നമുക്ക് വമ്പനായിട്ട് ആംഗ്രി, എന്താ പറയാ,
വല്ലാത്തൊരു ആങ്കർ ഇല്ല, ദേഷ്യം, വല്ലാത്ത ദേഷ്യം, അതായത് കഠിനമായ ദേഷ്യമാണേ, വെറുമൊരു ആങ്കർ അല്ല, കൂടിയ ആങ്കറാണ്, മനസ്സിലായോ? സോ ഗ്രേറ്റ് ആങ്കർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ എന്താ പറയുക, റാത്ത്. ഗ്രേറ്റ് ആങ്കർ, വളരെ എന്താ പറയുക, കൈവിട്ടു പോയ ആങ്കറാണ്. റേജ്, ഫ്യൂരി അല്ലെങ്കിൽ അനോയൻസ് എന്നൊക്കെ റാത്തിന് പറയാം. റാത്ത് ഓർത്ത് വെച്ചോണേ. റാത്ത് എന്ന് പറയുന്നത് വളരെ വല്ലാണ്ട് എന്താ പറയുക, കൊടുമ്പിടിച്ച നമ്മുടെ ദേഷ്യം, റാത്താണ് കേട്ടോ, ദേഷ്യമാണ്, അതിനാണ് കേട്ടോ. സോ ഗ്രേറ്റ് ആങ്കർ, റേജ്, ഫ്യൂരി ഓർ അനോയൻസ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, റാത്ത് എന്ന് പറയാം. ഓക്കെ, അടുത്ത വാക്ക് നോക്കിയേ, അഡ്ജക്റ്റീവ് ആണ് മൊമെന്റസ്. മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ആ മൊമെന്റ്, ആ ഒരു നിമിഷമാണ് അല്ലെ. സോ മൊമെന്റസ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവിന്റെ അർത്ഥം വളരെ ഇമ്പോർട്ടന്റ് ആയത്, സിഗ്നിഫിക്കന്റ് ആയത് അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ആയത്. ഞാൻ എപ്പോഴും പറയും ഹിസ്റ്റോറിക്കൽ മാറിപ്പോയത്. ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്, സിഗ്നിഫിക്കന്റ് ആണ് ഇൻ ഹിസ്റ്ററി. നമ്മുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം സിഗ്നിഫിക്കന്റ് ആയതാണ് ഹിസ്റ്റോറിക് എന്ന വാക്കിന്റെ അർത്ഥം. ബട്ട് ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ മീനിങ് മാറിയേ, ഓർത്തോണം. എപ്പോഴും നമ്മൾ തെറ്റിക്കുന്ന ഒരു സാധനം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റിംഗ് ടു പാസ്റ്റ്. ഹിസ്റ്റോറിക്കൽ ആണെന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, പഴയ കാര്യം കേട്ടോ. ഹിസ്റ്റോറിക്കൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആയിട്ടില്ലേ, ഹിസ്റ്ററിയിൽ പഴയ നമ്മുടെ പാസ്റ്റിൽ കുറെ സിഗ്നിഫിക്കേഷൻ ഉള്ള സാധനമാണ് എന്ന് പറയും. അഡ്ജക്റ്റീവ് ആണ് ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, പക്ഷേ അതിൻ്റെ അർത്ഥം സിഗ്നിഫിക്കൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മാത്രമേ കേട്ടോ. യെസ്, ഓർത്ത് വെച്ചോളാം. റിന്റു മാംസ് ഹിന്ദു എഡിറ്റോറിയൽ സെഷൻസ് ഇൻഡീഡ് റിവൈറ്റലൈസ് മൈ മോണോട്ടണസ് സ്റ്റഡി ഷെഡ്യൂൾ. ദാറ്റ്സ് ഗ്രേറ്റ്, ഐ എം സോ ഇംപ്രസ്. താങ്ക് യു, കൊള്ളാം. ഇറ്റ്സ് മൈ ഇന്ന് യു മെയ്ഡ് മൈ ഡേ രാജേശ്വരി. ഇന്ന് ഇത് മതി, എനിക്ക് സന്തോഷമായി. ഇറ്റ്സ് മൈ വെരി പേഴ്സണൽ ചോയ്സ് ടു വാട്ട് ഡോക്ട്രിൻ ഇൻ ലൈഫ്. വാട്ട് ഡോക്ട്രിൻ, ശരിയാണ്. വേർബായിട്ട് ഉപയോഗിക്കാം, ഡോക്ട്രിനെ വേർബായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഓർത്തോണേ, ഡോക്ട്രിനെ നൗണായിട്ടും എന്ത് ഡോക്ട്രിൻ ചെയ്യണം എന്നുള്ളത് പറയും. വാട്ട്, അപ്പം ഇങ്ങനെ ഉപയോഗിക്കാം. ചോയ്സ് ടു വാട്ട് ഐ ഡോണ്ട്, ഇങ്ങനെ കൊടുക്കണേ, ഇങ്ങനെ കൊടുക്കാം. ഒരു വ്യത്യാസം ഉണ്ടേ. ഇറ്റ് ഈസ് മൈ പേഴ്സണൽ ചോയ്സ് ടു, ഒരു ചെറിയൊരു വ്യത്യാസം പറഞ്ഞാൽ ഇറ്റ്സ് മൈ, ഇറ്റിന്റെ ക്യാപിറ്റൽ തുടങ്ങുന്ന എപ്പോഴും ക്യാപിറ്റൽ തുടങ്ങുക, ഇറ്റ് ക്യാപിറ്റൽ, ഐ ക്യാപിറ്റൽ. ഇറ്റ്സ് മൈ വെരി പേഴ്സണൽ ചോയ്സ് ടു ഡോക്ട്രിൻ വാട്ട് ഐ ലൈക്ക് ഇൻ ലൈഫ് എന്ന് കൊടുക്കാം. ഡോക്ട്രിൻ വാട്ട് ഐ ലൈക്ക് ഇൻ ലൈഫ്, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഇറ്റ്സ് മൈ പേഴ്സണൽ ചോയ്സ് ടു ഇറ്റ്സ് മൈ പേഴ്സണൽ ചോയ്സ് വാട്ട് ഐ ഡോക്ട്രിൻ, അങ്ങനെ കൊടുക്കാം. അറ്റു വേണ്ട, അവിടെയാണ് പ്രശ്നം, അവിടെയാണ് നമ്മുടെ പ്രശ്നം. അറ്റു വേണ്ട കേട്ടോ. ടു കഴിഞ്ഞിട്ട് നൗൺ കൊടുത്ത് കംപ്ലീറ്റ് ആണ്. പ്രിപ്പോസിഷന് ശേഷം ഒരു ഒബ്ജക്റ്റ് കൊടുത്താൽ മതി, കറക്റ്റാണ്. ഇല്ലെങ്കിൽ ഇറ്റ്സ് മൈ വെരി പേഴ്സണൽ ചോയ്സ് വാട്ട് ഐ ഡോക്ട്രിൻ ഇൻ ലൈഫ്, കൊടുക്കണം കേട്ടോ. That's it. Doctrine of Nagas stands out. Nagaland. Okay. India is well known around the world in doctrine. അങ്ങനെയല്ല, India is well known around the world in doctrines എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഡോക്ട്രിൻ ദ ഹോൾ പീപ്പിൾ എന്ന് പറയില്ല. ആ ഹോൾ പീപ്പിൾ കട്ട് ചെയ്തേ. ബിലീഫിന്റെ കാര്യത്തിൽ ഇന്ത്യ വെൽ നോൺ ആണെന്ന് പറഞ്ഞു, അത് കുഴപ്പമില്ല കേട്ടോ. ഇനി കൊടുക്കാം, ഇന്ത്യ ഇസ് വെൽ നോൺ അറൌണ്ട് ദ വേൾഡ് ഇൻ ഡോക്ട്രിൻസ് എന്ന് കൊടുത്തു, അത് മതി. ഗുഡ് ബൈ ടു ദ റേജ് ഇൻ മീ, ദാറ്റ്സ് ഗ്രേറ്റ്. സത്യം. ഡോക്ട്രിൻ ഓഫ് ദ ഹോൾ പീപ്പിൾ, അത് കുഴപ്പമില്ല. ഡോക്ട്രിൻ ഓഫ് ദ ഹോൾ പീപ്പിൾ കറക്റ്റാ ഗുരുദാസെ, ഗ്രേറ്റ്. റാത്ത് ഓഫ് ക്രൗഡ് ഹൊറിഫൈഡ് ദ ഗവൺമെന്റ്, യെസ് അല്ലെ, ഫ്യൂരി ഓഫ് ദ പീപ്പിൾ. വി ക്യാൻ സ്റ്റാർട്ട് അവർ ജേർണി അഫ്രഷ്, ദാറ്റ്സ് ഗ്രേറ്റ്. Sri Lankan government failed to revitalize the economic situation and it led to the resignation of PM. Yes, great sentence. അപ്പോൾ പിള്ളേരെ, നിങ്ങൾ ഇത്ര പേര് ലൈവിലുള്ളത്, 50+ സ്റ്റുഡൻസ് ആർ വാച്ചിങ് ലൈവ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇഫ് യു ലൈക്ക് മൈ സെഷൻ, നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടെങ്കിൽ ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ഇട്ടേ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. എന്നിട്ട് പോകുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ടിട്ട് പോകണം കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിയേ, ബോയ്സ്ട്രസ്. എന്താണ് ബോയ്സ്ട്രസ് എന്ന വാക്കിന്റെ അർത്ഥം? ബോയ്സ്ട്രസ് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, എനർജറ്റിക് ആണ്, ലൈവ്ലി ആണ്, ആക്റ്റീവ് ആണ് എന്നൊക്കെ പറയാം. പോസിറ്റീവ് മീനിങ് ഉണ്ട് ബോയ്സ്ട്രസിന്, പക്ഷെ നെഗറ്റീവ് മീനിങ് ഉണ്ട്. നെഗറ്റീവ് മീനിങ് ആയിട്ട് വൈൽഡ് എന്ന് പറയാം. അപ്പൊ ഇന്ന് ബോയ്സ്ട്രസ് ക്രൗഡ് എന്നത് കാണാം. ബോയ്സ്ട്രസ് ക്രൗഡ് അല്ലെ ബോയ്സ്ട്രസ് പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് കണ്ട അർത്ഥം എന്നാണെന്നറിയോ? അത് ബോയ്സ്ട്രസ്, നമ്മളിപ്പോ ഒരു കോൺസേർട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണെ, കോൺസേർട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോയ്സ്ട്രസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? വളരെ ലൈവ്ലി ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ക്രൗഡാണ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഓഡിയൻസ് ആണെന്ന് പറയാം. പക്ഷേ നമ്മളിപ്പോ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന റാലി നടക്കുകയാണ്, അപ്പം ബോയ്സ്ട്രസ് ആയിട്ടുള്ള ക്രൗഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് പീപ്പിൾ ആർ വൈൽഡ്.
വളരെ വൈൽഡ്, അൺകൺട്രോളബിൾ ആണ്. വൈൽഡ് എന്ന് പറഞ്ഞാൽ അൺകൺട്രോളബിൾ ആണ് അല്ലേ, സാവേജ് ആണ് എന്ന് പറയും, വളരെ എന്താണ് വൈൽഡ് ആണ്, നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ദാറ്റ് ഇസ് ബോയ്സ്ട്രസ്. 2 മീനിങ് കൊണ്ട്, പോസിറ്റീവ് സെൻസ്, നെഗറ്റീവ് സെൻസ് as well. ഓർത്ത് വെച്ചോളാം. അടുത്ത് കണ്ടിൻജന്റ്. കണ്ടിൻജന്റ് എന്ന വാക്കിന്റെ അർത്ഥം നൗൺ ആയിട്ടും നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ട്, കുറെ നാളായി, അതുകൊണ്ട് നിങ്ങൾ മറന്നുപോയി കാണും. കണ്ടിൻജന്റ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ എ കണ്ടിൻജന്റ് ഓഫ് പീപ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, എ ബോഡി ഓഫ് പീപ്പിൾ എന്ന് പറയാം. ഗ്രൂപ്പ് അല്ലെങ്കിൽ ബോഡി, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, പാർട്ടി. പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അസോസിയേഷൻ, അതായത് ഓർഗനൈസേഷൻ, അത്. അപ്പൊ ഗ്രൂപ്പ്, ബോഡി, ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ പറയാം നമുക്ക് കണ്ടിൻജന്റ്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത വാക്ക് എന്ത് പറയാം, അഡ്ജക്റ്റീവ് ആയിട്ട് പറയുമ്പോൾ എന്ത് പറയാം, ആക്സിഡന്റൽ ആണ്, ബൈ ചാൻസ് അല്ലേ, ബൈ ചാൻസ് അല്ല, ആക്സിഡന്റൽ, ചാൻസ് ആണ്. അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയാം നമുക്ക്, അല്ലെ, ഡിപ്പെൻഡന്റ് ആണ്, അതായത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സംതിങ്, ഒക്കേഷണൽ ആണ്, അതൊരു കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കണ്ടിൻജന്റ് എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ആക്ഷൻ ആണ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ആക്ഷനാണ് കണ്ടിൻജന്റ്. അല്ലെങ്കിൽ ആക്സിഡന്റലാണ്, ബൈ ചാൻസ് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഓർപ്പിച്ചോണം അല്ലെ. അൺഎക്സ്പെക്റ്റഡ് ആണെന്നൊക്കെ പറയില്ലേ, അതാണ് ആക്സിഡന്റൽ. അടുത്ത് നോക്കിക്കേ, അൺസാവറി. അൺസാവറി, അൺസാവറി എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രിഫിക്സ് ആണ്. അപ്പോൾ സാവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉള്ള അല്ലെങ്കിൽ എഗ്രി ചെയ്യാൻ പറ്റുന്ന, രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്, കൊള്ളാം. ഡിസ്റ്റേസ്റ്റബിൾ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഡിസഗ്രിയബിൾ, അൺപ്ലസന്റ് ആണ്, അതിന് നമുക്ക് അൺസാവറി എന്ന് പറയാം. നമ്മൾ അൺസാവറിക്ക് പല അർത്ഥം ഉണ്ട് കേട്ടോ. അൺഅപ്പറ്റൈസബിൾ എന്നൊക്കെ പറയും, ഓക്കെ. അൺപ്ലക്കേറ്റബിൾ എന്നൊക്കെ പറയും. അത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസാവറി എന്ന് പറയാം. അല്ലാതെ നമുക്കൊരു കാര്യം ഇഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ നോക്കി, നമുക്ക് ഇച്ചിരി ഒരു താല്പര്യമില്ലായ്മ, ഡിസ്റ്റേസ്റ്റ്ഫുൾ, ആ അർത്ഥമാണ് കേട്ടോ അൺസാവറി ഇവിടെ പറയുന്നത്. ഡിസഗ്രിയബിൾ, അൺപ്ലസന്റ്, ഡിസ്റ്റേസ്റ്റ്ഫുൾ, ദാറ്റ്സ് ഇറ്റ്, അൺസാവറി. ഓർത്ത് വെച്ചോണം കേട്ടോ. സോ ലെറ്റ്സ് സീ, അടുത്ത സെന്റൻസുകളിലോട്ട് പോകാം നമുക്ക്. എസ് എ ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, ജില്ലായി ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു വരും അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ തിരിച്ചു വരുന്നു. ഓക്കെ, അതാണ്. യെസ്. അടുത്ത് നോക്കാം. ഹി ക്യാൻ ഓവർസീ ഓൾ ദ വർക്ക് ഇൻ ദ വർക്ക് പ്ലേസ് വിതൗട്ട് എനി കൊണൻട്രം. ദാറ്റ്സ് ഗ്രേറ്റ്. കൊണൻട്രം, നമ്മുടെ കൊണൻട്രം ഓർമ്മയുണ്ട്. ദ wrath of gods had an unsavory and momentous impact on my boisterous life. സായിത്മ, wrath of gods ദേഷ്യം ഓഫ് ഗോഡ്സോ, കൊള്ളാം. വൈൽഡ് ലൈഫ്, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ സെന്റൻസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ നോക്കിയിരിക്കണേ. കൊള്ളാം. സ്പിയർഹെഡ് നീഡ്സ് ടു റിസൈൻ ഇൻ ദ wrath. Okay, leader അല്ലേ, great. My mom is momentous to me, important to me. Yes, all right. It is momentous to taboo certain social evils like dowry, death. Yes, അത് കറക്റ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ ടാബു ഡൗറി ഡെത്ത് അല്ല, സോഷ്യൽ ടാബു ഡൗറി സിസ്റ്റമാണ്. ഡൗറി സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലെ സോഷ്യൽ ടാബു, നോട്ട് ഡൗറി ഡെത്ത്. ഡൗറി ഡെത്ത് അതിന്റെ കോൺസിക്വൻസ് ആണ്. സോ യു ക്യാൻ സേ ഡൗറി സിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ ഡൗറി എന്ന് തന്നെ പറഞ്ഞു, രണ്ടും പറയാം. On January 1st, whole world becomes boisterous. Wild. Okay. After every time I met you, I feel very boisterous. That's great. Miscapped peaks, ebullient streams, boisterous waterfalls, dramatic backdrops of lush woods and plantations make Adda247 a wonderful destination to enjoy nature at its finest. Great. That's great. Adivali. Healthy competition make alla Gurudasa say makes boisterous. Make boisterous what? Wild what? Boisterous dash in fair society. Boisterous എന്തോ എന്താണ് wild dash in fair society കൊടുക്കണം കേട്ടോ. അത് തന്നെ, ജില്ലായല്ലേ, അത് തന്നെ. താങ്ക് യു സോ മച്ച് എവറി വൺ. റിന്റു മാം ഇസ് ബാക്ക് വിത്ത് ഹെർ ബോയിസ്റ്ററസ് എഡിറ്റോറിയൽ സെഷൻ. യെസ്, ഐ ആം ബാക്ക് അല്ലേ. എത്രയാണ്, 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം. ഇന്ദുചൂടനല്ല, റിന്റു മാം തിരിച്ചെത്തി. ഇന്ദുചൂടൻ 6 വർഷമാണ്, ഞാൻ 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അല്ലേ. ഒരാഴ്ചയായിരുന്നു ഞാൻ ഭയങ്കര ഡൗൺ, അല്ലാതെ നമ്മൾ റെഡി ആയിരുന്നു അല്ലേ. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് സെറ്റ്. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഓർമ്മയുണ്ടോ, ശ്രീദേവിയാണോ എന്നോട് ഒരുപാട് തവണ ചോദിച്ചേ, നമ്മൾ ഇംഗ്ലീഷിന്റെ ബേസിക്സ് ഇല്ലാത്ത എല്ലാ കുട്ടികളും, ഇപ്പോൾ ദേവസ്വം ബോർഡിലെ കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ കേരള PSC പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ PSC ലെവലിൽ തന്നെ കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രോ ആയപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇംഗ്ലീഷ് പ്രോയിലാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹൈ ലെവൽ ഇതിലോട്ട് പോയിട്ടുണ്ട്. ഇത് ബേസിക്സ് വളരെ കുറവുള്ള ഒരുപാട് കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ബേസിക്സ് കുറവാണ്, ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പഴയ പോലെ ഇംഗ്ലീഷിന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം എല്ലാ കോമ്പറ്റീവ് എക്സാംസിനും ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റൻസ് ചോദിക്കുന്ന രീതി നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ ഈസി ഇംഗ്ലീഷ് 2.0 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിന് വേണ്ടി ഒരു സ്പെസിഫിക് സെഷൻ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷിൽ പുറകോട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കം ആൻഡ് ജോയിൻ ആ സെഷൻ. സെഷൻ്റെ പ്രത്യേകത ഇതാണ്, നിങ്ങൾക്ക് 800 രൂപയ്ക്ക് കേട്ടോ, നിങ്ങൾക്ക് 800 രൂപയ്ക്ക് കോഴ്സ് വിത്ത് കോഡ് കേട്ടോ, കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 800 രൂപ കിട്ടുള്ളേ. 800 രൂപയ്ക്ക് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം 800 രൂപയ്ക്ക്. സോ ഈസി ഇംഗ്ലീഷ് 2.0 എന്നാണ് പേര്. ബേസിക് ഇംഗ്ലീഷ് മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. വളരെ ബേസിക്സ് ആണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, വളരെ ബേസിക്സ് എന്നുള്ള കുറച്ചുകൂടെ ലെവലിൽ. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുവിടാം. ഞാനും റീമാ മിസ്സും കൂടിയാണ് സെഷൻ കൈകാര്യം ചെയ്യുന്നത്.
ജൂൺ 27 സ്റ്റാർട്ട് ചെയ്യും. 12-ഉം 4-ഉമാണ് ടൈം കൊടുത്തേക്കുന്നത്. അപ്പോൾ 4 മണി എന്ന് പറയുന്നതാണ് കൂടുതൽ മെജോറിറ്റി ടൈം. 1 or 2 ഒരു 5 സെഷൻസ് ഉണ്ടാവും 12 മണി. ഞങ്ങളുടെ ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റ് ആയ കുറച്ച് ദിവസങ്ങളിൽ 12 മണി ആയിട്ടുണ്ട്. ബാക്കി എല്ലാ ദിവസവും 4 മണിക്കാണ്. അപ്പോൾ വരിക ജോയിൻ. ദിവസം ഒരേ ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ. സൺഡേസ് ഓഫ് ആണ്. അതുപോലെ നമ്മുടെ ഓണം ഡേയ്സ് ഒക്കെ വരുമ്പോൾ ഓഫ് ആയിരിക്കും. അപ്പോൾ 40 hours സെഷനാണ്. 40 മണിക്കൂറാണ് നിങ്ങൾക്ക് കിട്ടുക. ഈ 40 ഓരോ മണിക്കൂർ സെഷൻ ബോറടിപ്പിക്കാതെ 40 ഓരോ മണിക്കൂർ സെഷനിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു വിടും. ഇംഗ്ലീഷ് നിങ്ങളെ പഠിപ്പിക്കാം, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, സോ ഈസി ഇംഗ്ലീഷ് 2.0 എടുക്കാൻ താല്പര്യമുള്ളത് എടുക്കാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാവരുടെ ലെവൽ എങ്ങനെയാണ്. ദാറ്റ്സ് ഇറ്റ്. അതുപോലെ IBPS ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ ഉള്ളത്, വേക്കൻസീസ് ഉള്ളത്. അതിൽ 70 വേക്കൻസി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ബട്ട് 4 ബാങ്കിൽ നോട്ട് റിപ്പോർട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ വരും. 100+ വേക്കൻസീസ് എന്തായാലും വരും. വല്ലപ്പോഴും ഇതൊക്കെ വരുള്ളൂ. ഞാൻ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ഇത്തവണ നിങ്ങൾ അടിച്ചെടുത്ത് ഇത്തവണ എടുക്കും. അത് കഴിഞ്ഞ് അടുത്ത തവണയ്ക്ക് വരുമ്പോഴേക്കും ടഫാണ്. ഇത്തവണ നമുക്ക് ഇത് കൂടുതലാണ്, ചാൻസ് കൂടുതലാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് എക്സാംസ് വരുന്ന എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യണം. IBPS ക്ലർക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. ജൂലൈ 21 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഈ അപ്ലൈ ചെയ്ത് തുടങ്ങിക്കോ. ഇനി കേട്ടല്ലോ, അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർഡർ വെക്കുന്നൊക്കെ ശ്രദ്ധിച്ചാൽ മതി. 0 റിപ്പോർട്ടിംഗിൽ ഒന്നും ഓർഡർ കൊടുക്കരുത്. നോട്ട് റിപ്പോർട്ടിംഗിൽ നിങ്ങൾ നോക്കിയിട്ട് നോട്ട് റിപ്പോർട്ടിംഗ് വെച്ചാലും കുഴപ്പമില്ല, കാരണം അത് റിപ്പോർട്ട് ചെയ്യും. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്ത് വെച്ച് ഓർഡർ വെച്ച് ബാങ്കുകൾ വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. പ്രിലിംസ് ബാച്ച് നമ്മൾ തുടങ്ങുകയാണ് യജ്ഞ 3.0. അപ്പോൾ നിങ്ങൾ ജൂലൈ 13 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യുക. 11 ഒരു സെഷൻ ഉണ്ട്, അതുപോലെ 2 PM ഒരു സെഷൻ ഉണ്ട്. 13 തുടങ്ങുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്ലൈ ചെയ്യുന്നവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. കോഴ്സ് എടുക്കുന്നുണ്ട് 13 തുടങ്ങും ചെയ്യും. കുറച്ച് നമ്മൾ നീറ്റ് കൊണ്ടുവരും, കാരണം നമ്മുടെ എല്ലാ ടീച്ചേഴ്സും വൈറൽ ഫീവർ ആയിട്ട് കിടപ്പായി. അപ്പോൾ ഇന്നലെ സുബിൻ സാർ പറഞ്ഞ പോലെ റിന്റു ആക്റ്റീവ് ആയപ്പോഴേക്കും ഞങ്ങളൊക്കെ കിടപ്പായത്. അതുപോലെ അതാണ് അവസ്ഥ. അപ്പം ഞാൻ പയ്യൊന്ന് തലവൊക്കിയപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ കിടപ്പായി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ മറ്റു ടീച്ചേഴ്സിനൊക്കെ കാണില്ല. ക്ലാസ്സുകളൊക്കെ റീഷെഡ്യൂളൊക്കെ നടക്കും. അപ്പോൾ ഓർക്കുക, മഴയാണ്, മൺസൂൺ ആണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്, ബി ഹെൽത്തി, ബി സേഫ് കേട്ടോ. എല്ലാ ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടായിട്ടുണ്ട്. അപ്പോൾ കോഴ്സ് മറക്കണ്ട, യജ്ഞ 3.0, ഈസി ഇംഗ്ലീഷ് 2.0. ലെറ്റ്സ് മൂവ് ടു ദ അതർ വേർഡ്സ്. ഈ വേർഡ്സോട് പറഞ്ഞ് നമുക്ക് നിർത്താം. ലാസ്റ്റ് സെറ്റ് ആണ് ട്രവെയിൽ. ട്രവെയിൽ എന്ന വാക്ക് നൗൺ ആയിട്ടും വേർബായിട്ട് ഉപയോഗിക്കാം. ട്രവെയിൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എഫേർട്ട്. സോറി, നൗൺ ആയിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ട്രവെയിൽ വേർബ് ഇല്ല. വേർബ് ഉണ്ടോ? ഒരു സെക്കൻഡ്, ഞാനത് നോക്കിയിട്ട് ഇനി വിട്ടുപോയതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും ഞാൻ നോക്കട്ടെ. ട്രവെയിൽ ഞാൻ ചെയ്തപ്പം ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്താണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നോക്കട്ടെ. യെസ് ഉണ്ട്. ട്രവെയിൽ നൗണും ഉണ്ട്, വേർബും ഉണ്ട്. ട്രവെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫേർട്ട്, ഗ്രേറ്റ് എഫേർട്ട് ആട്ടോ. അതായത് നല്ല ലബോറിയസ് എഫേർട്ട്. അതിനാണ് നമ്മൾ കുറച്ച് കൂടി എഫേർട്ടിനെയാണ് നമ്മൾ നല്ലതായിട്ട് കഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ലബോറിയസ് എഫേർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രവെയിൽ എന്ന്. ഇത് ലബോറിയസ് എഫേർട്ട് മീനിങ് അല്ലേ? ലബോറിയസ് എഫേർട്ട് എന്ന ആ വേർഡിന്റെ മീനിങ് ആണ്, ട്രവെയിലിന്റെ മീനിങ് ആണ്. അല്ലെങ്കിൽ ഓഡിൽ എന്ന് പറഞ്ഞാൽ ലബോറിയസ് എഫേർട്ട് തന്നെയാണ് അർത്ഥം. ട്രയൽ, ട്രിബുലേഷൻ എന്നൊക്കെയാണ് ട്രവെയിൽ എന്ന നൗണ്. ട്രവെയിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇൻവോൾവ് ഇൻ, എൻഗേജ് ഇൻ പെയിൻഫുൾ എഫേർട്ട്. വളരെ കഷ്ടപ്പെട്ട ലബോറിയസ് എഫേർട്ടിൽ നമ്മൾ എൻഗേജ് ചെയ്യുക, അതിനാണ് ട്രവെയിൽ എന്ന് പറയുക. വേർബായിട്ട് ഉപയോഗിക്കും. ട്രവെയിൽ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് എഫേർട്ട് എടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ ട്രയൽസിൽ ഉൾപ്പെടുക, അല്ലെങ്കിൽ ട്രിബുലേഷനിൽ ഉൾപ്പെടുക എന്നുള്ള, അത് അനുഭവിക്കുക എന്നുള്ള അർത്ഥമാണ് ട്രവെയിൽ എന്ന് പറഞ്ഞ അർത്ഥം. ഓർത്ത് വെച്ചോ. അടുത്ത വാക്ക് ആദ്യമായിട്ട് നമ്മൾ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ്. ട്രവെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ട്രവെയിൽ ചെയ്തിട്ടില്ല. എക്സിജൻസി നമ്മൾ ഇതുവരെ എക്സിജൻസിയും ഡിസ്കസ് ചെയ്തിട്ടില്ല. എക്സിജൻസി ഈസ് എ നൗൺ. എക്സിജൻസി എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പല്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്താണ്. എക്സിജൻസി എന്ന് പറഞ്ഞാൽ നീഡ്, ആവശ്യം. ഡിമാൻഡ് അല്ലെങ്കിൽ റിക്വയർമെന്റ്. നമ്മുടെ ഡിമാൻഡാണ്, നമ്മുടെ നീഡാണ്, നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ റിക്വയർമെന്റ് ആണ് എക്സിജൻസി. മറക്കണ്ട കേട്ടോ. അടുത്ത വാക്ക് ഈസ് സ്റ്റിയർ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് സ്റ്റിയർ എന്ന വാക്ക്. സ്റ്റിയർ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. ഗൈഡ് ചെയ്യുക, വേർബാണ്. ഗൈഡ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, ഓർ ഡിറക്റ്റ് ചെയ്യുക, ഓർ മനൂവർ ചെയ്യുക. മനൂവറിന് 2 മീനിങ് ഉണ്ട്. മാനിപ്പുലേറ്റ് എന്ന അർത്ഥമുണ്ട്, അതിവിടെ ഇല്ല. സ്റ്റിയർ ചെയ്യുക എന്നുള്ള അർത്ഥമാണുള്ളൂ. ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റിയർ എന്നുള്ള. മനൂവർ, ഡിറക്റ്റ് അല്ലെങ്കിൽ ഗൈഡ് എന്നാണ് നമ്മുടെ വാക്കിന്റെ അർത്ഥം. മറന്നു പോകണ്ട കേട്ടോ. ദാറ്റ് ഈസ് നമ്മുടെ സ്റ്റിയർ. ഓൾറൈറ്റ്, വേർബായിട്ട് ഉപയോഗിക്കും. ഗൈഡ് ചെയ്യുക, ഡിറക്റ്റ് ചെയ്യുക, മനൂവർ ചെയ്യുക. ദിസ് ഈസ് ഇറ്റ് പീപ്പിൾ. ഓൾറൈറ്റ്, യെസ്. Boisterous audience made the session momentous. Yes. President takes over the administration of the state while the state emergency is grinding on, continuing. Grinding on എപ്പോഴും പ്രവി ഉപയോഗിക്കാറുണ്ടല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കും. പ്രവി അത് ഓർത്ത് എപ്പോഴും റിവൈസ് ചെയ്യുന്നത്. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ പാഷൻ ഫോർ ദാറ്റ് കേട്ടോ. പ്രവി എപ്പോഴും അത് പല വേർഡ്സും സ്ട്രക്ചേഴ്സ് ഒക്കെ അതിൽ ഗ്രൈൻഡിങ് ഓൺ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ഉണ്ട്. ഓക്കെ, യെസ്. കോൺടാക്ട് നമ്പർ ഫോർ ദിവ്യ ഒരു കാര്യം ചെയ്തോളൂ. എൻ്റെ ഇമെയിൽ ID ഞാൻ തരാം. ദിവ്യയുടെ നമ്പർ എൻ്റെ ഇമെയിൽ IDക്ക് അയച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്യാം,
ദിവ്യയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താ കാര്യങ്ങൾ എന്നിട്ട് കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു. ദിവ്യ ഒരു കാര്യം ചെയ്താൽ മതി, എനിക്ക് ഇമെയിൽ ഐ ഡിയിലേക്ക് ഇതെൻ്റെ പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി ആണ്, അതിലേക്ക് ദിവ്യ എന്ത് ചെയ്യുക, ഒരു മെയിൽ അയക്കുക കേട്ടോ. rintu.sebastian@Adda247.com എന്നാണ് എൻ്റെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി. അപ്പോൾ ദിവ്യക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ദിവ്യ ഈ കൊടുത്തേക്കുന്ന ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിക്ക് ഒരു മെയിൽ അയക്കുക. ഞാൻ മെയിലിൽ നമ്പർ വെക്കണം, ദിവ്യയുടെ നമ്പർ വെക്കണം, ഞാൻ കോൺടാക്ട് ചെയ്തോളാം. ഓക്കെ മാം, ദാറ്റ്സ് എ വണ്ടർഫുൾ കമ്പാരിസൺ ടു ഇന്ദുചൂടൻ. കൊള്ളാല്ലേ, ചുമ്മാ രസത്തിന് ഒരു ഗുമ്മിന് രാജേശ്വരി എന്താ എന്താ ഇഷ്ടമായില്ല, കുട്ടിക്ക് ഇഷ്ടമായില്ല, കൊള്ളാം. മഹാപാക്കിൽ ഇതെല്ലാം ഇൻക്ലൂഡ് അല്ലേ മാം? യെസ്, ശ്രീദേവി മഹാപാക്കിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. യെസ്, റിന്റു മാം ഗേവ് വൈറൽ ഫീവർ ടു എവ്രി വൺ. ഞാൻ കൊടുത്തല്ല, ഞാനെങ്ങനെ കൊടുക്കാനാ, ഞാൻ അവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. കൊള്ളാം, കൊച്ചു കള്ളി, അതിന്റെ ഇടയ്ക്ക് എനിക്കിട്ട്. യെസ്, മനൂവറിന്റെ അർത്ഥം എന്താ? ഓപ്പറേഷൻ അല്ലെ? യെസ്, എക്സസൈസ്, അതെ, നൗൺ ആയിട്ട്. Great, Gurudase. Hopefully our football team will travail and come back and win the game. That's great. Travail revitalized her life afresh. That's great. That's great. Yes, adu kollam. Competitive exams seek a great deal of travail to get over. Yes, adu. Make boisterous candidates towards developed society. All right. That's great. Moving on, appo nammade വൊക്കാബ്സ് കഴിഞ്ഞു. ദിസ് ഇസ് ഇറ്റ്, വൊക്കാബിന്റെ ഇവിടെ കഴിഞ്ഞു, കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ വൊക്കാബുലറി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ, സെഷൻ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചേ. നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ആർട്ടിക്കിളോട് പോകാം. സോ ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. യെസ്, ദ ഡെത്ത് അൺഫോർടോൾഡ്. ദ ഡെത്ത് അല്ല, എ ഡെത്ത് അൺഫോർടോൾഡ്. ഒരു മരണം, അൺഫോർസീൻ ആയിട്ടുള്ള ഒരു മരണം, നമ്മൾ പ്രതീക്ഷിക്കാതെ അവിചാരിതമായിട്ട് വന്ന ഒരു മരണം കേട്ടോ. അൺഫോർസീൻ ആണ്, നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു, അൺആന്റിസിപ്പേറ്റഡ് ആണ്, അൺഫോർസീൻ ആണ്, അൺപ്രഡിക്റ്റബിൾ ആയ ഒരു മരണം, അൺപ്രഡിക്റ്റഡ് ആയ ഒരു മരണമാണ്. സോ ദാറ്റ്സ് ഇറ്റ്, എ ഡെത്ത് ആൻഡ് അൺഫോർടോൾഡ്. ലെറ്റ്സ് റീഡ് അല്ലേ, നമുക്ക് വായിക്കാം അല്ലേ? യാ, ഗ്രേറ്റ് പീപ്പിൾ, ലെറ്റ്സ് സ്റ്റാർട്ട് റീഡിംഗ്. ദ അസാസിനേഷൻ ഓഫ് ഷിൻസോ അബെ could have far-reaching consequences for the Japanese psyche. അപ്പോൾ ജാപ്പനീസ് അവിടെയുള്ള ആൾക്കാർ അല്ലെ, ജാപ്പനീസ് സൈക്കി, ജാപ്പനീസ് മൈൻഡ്, ജാപ്പനീസ് പെർസോണ. ഓക്കെ, അസാസിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, ഒരാളെ കൊല്ലുവാണ്, പൊളിറ്റിക്കൽ റീസൺ കൊണ്ട് കൊല്ലുന്നതിനാണ് അസാസിനേഷൻ അല്ലെ. മർഡറിങ് എ പേഴ്സൺ ഫോർ പൊളിറ്റിക്കൽ റീസൺ, അതിനാണ് നമ്മൾ എന്താ പറയാ, അസാസിനേഷൻ. മറ്റേത് വെറും മർഡർ ആണ്, കില്ലിംഗ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമുക്ക് അസാസിനേഷൻ എന്ന് പറയണം പൊളിറ്റിക്കൽ ആണെങ്കിൽ കേട്ടോ. കോഴ്സ് പൊളിറ്റിക്കൽ ആണെങ്കിൽ ദാറ്റ് ഇസ് അസാസിനേഷൻ കേട്ടോ, ഓർത്തോണം. ദ അസാസിനേഷൻ ഓഫ് ഷിൻസോ അബെ കുഡ് ഹാവ്, ഉണ്ടായേനെ, could have, maybe, could have, ഉണ്ടാകാം, അതായത് could have എന്ന് പറഞ്ഞാൽ ഉണ്ടാകാം, far reaching consequence for the എന്താ പറയാ, നമ്മുടെ ജാപ്പനീസ് സൈക്കി. ഫാർ റീച്ചിങ്, ഒരുപാട് എന്താ പറയാ കോൺസിക്വൻസസ് ഉണ്ടാവും, ദൈർഘ്യമേറിയത് കേട്ടോ, ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന കോൺസിക്വൻസസ് ഉണ്ടാകാം എന്നാ പറയുന്നത്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. വായിക്കാം. Collective travail of people and the government is required to bring back the situation normal in യെസ്, ശ്രീലങ്ക. അത് കറക്റ്റാ, എപ്പോഴാണല്ലേ ശരിയാവുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ലെറ്റ്സ് റീഡ്. ഷിൻസോ അബെ was a popular even if divisive politician who was no stranger to controversies, but he was also one of the most consequentialist leaders of post-war Japan. Since his rise to power in 2006 until his tragic assassination last week, he remained a tall presence in Japan's politics and his views reshaped the country's global profile. When he became prime minister for the second time in 2012, Japan's economy was in recession. A year earlier, an earthquake and tsunami had wreaked havoc, killing up to 20,000 people. Its US-reliant foreign and pacifist defense policies faced a new challenge with the rapid rise of China. അപ്പോൾ നമ്മൾ അസസിനേഷൻ ഓഫ് ഷിൻസോ അബയെ പറ്റി പറയുന്നതിന് മുമ്പ് നമ്മൾ ആരാണ് ഷിൻസോ അബെ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ 2006 ഇയാൾ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിരുന്നു, എന്നാൽ ഡിവിസീവ് ആയിരുന്നു, മറ്റുള്ളവരെ ഡിവൈഡ് ചെയ്യുന്ന അല്ലേ എന്നുള്ള രീതിയിൽ അർത്ഥം പറയാം. ഡിവൈഡ് ചെയ്യുന്ന, ഡിവിസീവിന് രണ്ടർത്ഥം ഉണ്ട് അല്ലേ. പക്ഷെ ഞാൻ ഡിവിസീവ് എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്, ഞാനത് ഇടാനും വിട്ടുപോയി ഇവിടെ, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. സോ ദാറ്റ്സ് ഞാൻ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്ത് തന്നേ കേട്ടോ, ഡിവിസീവ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പുള്ളിയെ പറ്റി പറയുന്ന ഇതാണ്. പുള്ളി ഭയങ്കര പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ലീഡർ ആയിരുന്നു, വളരെ പോപ്പുലർ ആയിരുന്നു. പ്രോമിനന്റ് ആണ്, പോപ്പുലർ ആണ്, മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ എന്താ പറയുക, ഡിവിസീവ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ എന്താ പറയുക ഒരു ഡിസഗ്രിമെന്റ്, എല്ലാവരുടെ ഇടയ്ക്കും ഡിസഗ്രിമെന്റാണ്. പുള്ളിക്ക് ഒരു ഡിവിസീവാ, ഡിസഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആളാണ് കേട്ടോ.
പുള്ളിക്ക് ഡിസഗ്രിമെന്റ് കൂടുതലാണ് എല്ലാവരോടും, എല്ലാ കാര്യത്തിനോടും ഡിസഗ്രിമെന്റ് ഉണ്ട്, ആൾക്കാരോടൊരു ഹോസ്റ്റിലിറ്റി ഉണ്ട്, ദേഷ്യമുണ്ട്. അപ്പോൾ എലിനേറ്റിംഗ് ആയിട്ടൊരു ക്യാരക്ടറാണ്, ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി. അപ്പം പുള്ളി ഒരിക്കലും കോൺട്രവേഴ്സിക്ക് സ്ട്രേഞ്ചർ അല്ല. ദാറ്റ് മീൻസ് എപ്പോഴും പുള്ളിയുടെ മേലെ കോൺട്രവേഴ്സീസ് വരാറുണ്ട്. സോ അതുപോലെ മാത്രമല്ല, പുള്ളി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോൺസിക്വൻഷ്യലിസ്റ്റ് ലീഡേഴ്സ് ഓഫ് പോസ്റ്റ് വാർ ജപ്പാൻ. ജപ്പാനിലെ വാറിന് ശേഷം അറിയാലോ, സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ ജപ്പാൻ ഒരുപാട് ഹിരോഷിമ നാഗസാക്കിയെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ന്യൂക്ലിയർ അല്ലെ ബോംബ്സ് ഒക്കെ. അപ്പം അതിനുശേഷമുള്ള ഒരു കോൺസിക്വൻഷ്യലിസ്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സിൽ വൺ ഓഫ് ദി പ്രോമിനന്റ് ആണ് ഇങ്ങേരും. ഓക്കെ, അയാളുടെ ഭരണത്തിൽ വന്ന 2006 2006 മുതൽ ഈ പറയുന്ന കഴിഞ്ഞ ആഴ്ച വരെ ഇങ്ങേര് എന്താ പറയാ വളരെ വളരെ ഇമ്പോർട്ടന്റ്, വളരെ ബിഗ് പ്രസൻസ് ആയിട്ട് തന്നെ ജപ്പാനിൽ ഉണ്ടായിരുന്നു. ജപ്പാൻ പൊളിറ്റിക്സിൽ വളരെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ബിഗ് പ്രസൻസ്. ടോൾ എന്ന് പറയുമ്പോൾ ഹൈറ്റിൽ തന്നെയല്ല, അല്ലാതെ തന്നെ ബിഗ് എന്ന് നമ്മൾ പറയില്ലേ, ടോൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു മീനിങ് ഉണ്ട്. ബിഗ് പ്രസൻസ് ഉണ്ടായിരുന്നു ജപ്പാന്റെ പൊളിറ്റിക്സിലും. അതുപോലെ തന്നെ ഇയാളുടെ വ്യൂസ് കൺട്രിയുടെ ഗ്ലോബൽ പ്രൊഫൈലിനെ മൊത്തത്തിൽ എന്ത് ചെയ്തു, കൺട്രിയുടെ ഗ്ലോബൽ പ്രൊഫൈലിൽ അതായത് മൊത്തത്തിൽ പുറമെ ജപ്പാനെ എങ്ങനെയാണോ കാണുന്നത്, വേൾഡ് എങ്ങനെയാണോ ജപ്പാനെ കാണുന്നത്, അതായത് ഇയാളുടെ വ്യൂസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിനെ റീഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇയാള് പ്രൈം മിനിസ്റ്റർ ആയത് രണ്ടാമത്തെ തവണ പ്രൈം മിനിസ്റ്റർ ആയി നമ്മുടെ ജപ്പാനിലെ 2012. ആ സമയത്ത് ജപ്പാന്റെ എക്കോണമി റിസഷനിലായിരുന്നു അല്ലെ, ഡിപ്രഷനിലായിരുന്നു അല്ലെ, ഡിപ്രഷൻ അത് മൊത്തം റിസഷൻ ആയിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു ഏർലിയർ. കാരണം വെച്ചാൽ അതിന് തൊട്ട് മുമ്പാണ് എർത്ത്ക്വേക്കും അന്ന് എന്താണ് ജപ്പാനിൽ എർത്ത്ക്വേക്ക് വന്നു. അതിനുശേഷം 2011 അല്ലെ, അതിന് മുമ്പ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ സുനാമി വന്നിരുന്നു. ഓർമ്മയുണ്ടോ സുനാമി? എല്ലാവർക്കും December 4 or 24 ആണ് എൻ്റെ ഒരു വിശ്വാസം. 4 or 24 അങ്ങനെ 6 എനിക്കൊരു മറക്കും, ഓർത്ത് വെച്ചോണം ആ ഒരു സമയം. അപ്പൊ സുനാമി വന്നു. അങ്ങനെ മൊത്തത്തിൽ ഇറ്റ് കോസ് ഗ്രേറ്റ് ഡാമേജ്, മൊത്തത്തിൽ ഡാമേജ് ക്രിയേറ്റ് ചെയ്തു. 20,000 ആൾക്കാർ ഓളം മരിച്ചു. 20,000 people, up to 20,000 people മരിച്ചു. മാത്രമല്ല യുഎസിനോട് കുറച്ചൊരു റിലയന്റ് ആയിട്ടുള്ള, യുഎസിനോട് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഫോറിൻ പോളിസീസും അതുപോലെ തന്നെ പാസിഫിസ്റ്റ് ഡിഫൻസ് പോളിസീസും. പാസിഫിസ്റ്റ് എന്ന് പറയുമ്പോൾ തുടങ്ങി വാറിനോടെതിരെ അതുപോലെ വയലൻസിനോടെതിരായ ഒരു പോളിസീസിനോട് റിലയന്റ് ആയിട്ട്, യുഎസിനോട് റിലയന്റ് ആയിട്ടുള്ള ഒരു പോളിസീസ് പുതിയൊരു ചാലഞ്ച് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഫേസ്ഡ് എ ന്യൂ ചാലഞ്ച്, ഒരു ചാലഞ്ച് ഫേസ് ചെയ്തിരുന്നു വിത്ത് റാപ്പിഡ് റൈസ് ഓഫ് ചൈന. ചൈനയും ജപ്പാനും തമ്മിൽ അത്ര ഒരു ചേർച്ചയിലല്ലായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. കാരണം യുഎസ് കൂടെ നിൽക്കുന്നുണ്ട്, ഉറപ്പായിട്ട് ചൈനയുടെ എതിരായതുകൊണ്ടായിരിക്കാം, അതറിയാലോ. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മുടെ ഷിൻസോയെ പറ്റിയുള്ള ഒരു ഐഡിയ. ഓക്കെ, മൂവിങ് ഓൺ. Abe believed that Japan should first rebuild its economy if it wanted to address other challenges. His economic program with 3 arrows: monetary easing, higher fiscal spending, and liberalization, or Abenomics എന്ന് പറയും, helped Japan come out of recession. His government oversaw the post-quake reconstruction, and in foreign policy he adopted a more hawkish line that was unapologetic of Japan's violent imperial past. He wanted to rewrite the country's US drafted post-war pacifist constitution to allow the military to take a bigger role in national security. In 2013, as Prime Minister, he visited the Yasukuni Shrine, a controversial memorial of Japan's war dead, including its war criminals. These actions triggered. അപ്പൊ നമുക്ക് പുള്ളിയെ പറ്റി കൂടുതലായിട്ട് നമുക്ക് നോക്കാം. ഇയാളെ പറ്റി അബെ ബിലീവ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, ജപ്പാൻ ആദ്യം എന്ത് ചെയ്യണം, അതിന്റെ എക്കോണമി റീബിൽഡ് ചെയ്യണം. ഇക്കോണമിയെ റീബിൽഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാര്യം കൂടുതൽ ചാലഞ്ചസിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ആദ്യം റീബിൽഡ് ചെയ്യേണ്ടത് ഇക്കോണമിയാണ്. അതായത് ഇക്കോണമിക് ആയിട്ടുള്ള രീതിയിൽ ബാക്കോട്ട് വന്നിട്ടുണ്ടെങ്കിൽ റിസഷൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് പുള്ളി വന്നപ്പോൾ റിസഷൻ ആയിരുന്നല്ലോ. അപ്പോൾ പുള്ളി വിചാരിച്ചെന്താ, റിസഷൻ നമുക്ക് മാറ്റിയെടുക്കണം, ഇക്കോണമി റീബിൽഡ് ചെയ്യണം, എന്നിട്ടുണ്ടെങ്കിൽ മറ്റ് ചലഞ്ചസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പൂർണ്ണമായിട്ടും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് 3 ആരോസിൽ വിശ്വാസമുണ്ട്. 3 ആരോസിൽ അദ്ദേഹം ബിലീവ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ 3 ആരോസ് ഇതാണ്. ഒന്ന്, മോണിറ്ററി ഈസിങ്. മോണിറ്ററി പോളിസീസിൽ ഒരു ഈസിങ് വേണം, കുറച്ചുകൂടി ഒരു എന്താ പറയാ ഒരു ഈസിനെസ് വേണം. അടുത്ത് ഹയർ ആയിട്ടുള്ള ഫിസ്ക്കൽ സ്പ്രെഡിങ് വേണം, സ്പെൻഡിങ്. അത് എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണം. ആ മോണിറ്ററി ഈസിങ് വരിക, ഹയർ ഫിസ്ക്കൽ സ്പെൻഡിങ് വേണം, ലിബറലൈസേഷൻ വേണം. ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നമ്മുടെ കൺട്രിയിൽ കൊടുക്കുന്ന ഓരോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എക്കണോമിക് ആയിട്ട് ഓരോ കാര്യത്തിലുള്ള എന്താ പറയുക, ഈ കുറച്ചുകൂടി ഒന്ന് ലിബറൽ ആക്കുവാണ്, കുറച്ചുകൂടി എന്താ ലൂസൺ ചെയ്യുവാണ്, അതിനെ ഫ്രീ ആക്കുവാണ്. അതിനാണ് ലിബറലൈസേഷൻ. ലിബർട്ടി ഫ്രീഡം അല്ലേ, അപ്പൊ ലിബറലൈസേഷൻ ഫ്രീ ആക്കുന്ന പ്രക്രിയ. ഇൻ പൊളിറ്റിക്കൽ എല്ലാ കാര്യത്തിലുള്ള ഒരു ലിബറലൈസേഷൻ വേണം. അതിനെ കംപ്ലീറ്റ് ആയിട്ട് വിളിക്കുന്ന പേരാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു 3 ആരോസിനെ അറിയപ്പെടുന്നതാണ് അബനോമിക്സ് എന്ന്. അബേ കൊണ്ടുവന്നതായതുകൊണ്ട് ഇതിന്റെ പേര് അറിയപ്പെടുന്നത് അബനോമിക്സ് എന്നാണ് കേട്ടോ. സോറി, അബനോമിക്സ് എന്നാണ്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാനിത് എന്ത് ചെയ്യാം,
എന്നറിയപ്പെടുന്നത് വരുന്ന അബണോമിക്സ്. ഓർത്ത് വെച്ചോണം കേട്ടോ, അതാണ്. അപ്പോൾ ആൻഡ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ, ഇത് റിസഷന് പുറത്തോട്ട് വരാൻ ജപ്പാനെ സഹായിച്ചു. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ദേ ഓവർസോ, അവരെന്ത് ചെയ്തു, ദേ മാനേജ്ഡ്, അവർ കറക്റ്റായിട്ട് മാനേജ് ചെയ്തു, സൂപ്പർവൈസ് ചെയ്തു, ഓവർസീ ചെയ്യുക. അതിന്റെ പാസ്റ്റൻസ് ഓവർസോ. പോസ്റ്റ് ക്വേക്കിന് ശേഷമുള്ള റികൺസ്ട്രക്ഷനെ അവർ മാനേജ് ചെയ്തു, ഫോറിൻ പോളിസി അഡോപ്റ്റ് ചെയ്തു, ഒരു പുതിയ ഫോറിൻ പോളിസി അഡോപ്റ്റ് ചെയ്തു. അത് കുറച്ചുകൂടെ ഹോക്കിഷ് ആയിരുന്നു. ഹോക്കിഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കുറച്ചുകൂടെ എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ട് വയലന്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് അഡോപ്റ്റ് ചെയ്തത്, ഒരു ലൈനാണ് അഡോപ്റ്റ് ചെയ്തത്. ദാറ്റ് വാസ് അൺഅപ്പോളജറ്റിക്. ശരിക്കും പറഞ്ഞാൽ അത് ഒട്ടും റിഗ്രറ്റിംഗ് അല്ല. ജപ്പാന്റെ വയലന്റ് ആയ ഇമ്പീരിയൽ പാസിന് ഒട്ടും റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ജപ്പാൻ എന്ന് പറഞ്ഞാൽ പണ്ട് റോയൽ ആയിട്ടുള്ള വളരെ ഇമ്പീരിയലിസ്റ്റ് ആയ ഒരു ഇതാണ്, കൺട്രിയാണ്. ആ കൺട്രിയെ സംബന്ധിച്ചിടത്തോളം അതിന് ശരിക്കും അൺഅപ്പോളജറ്റിക് ആയിട്ട് തന്നെ ഇതാണ്, വലിയ സോറി തോന്നേണ്ട ഒരു കാര്യമില്ല, ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഇതിലോട്ട് അയാൾ മാറി. കാരണം വെച്ചാൽ കുറച്ചുകൂടി പീസ്ഫുൾ ആയ സൊസൈറ്റിയിൽ നിന്നുകൊണ്ടിരുന്നതെന്ന് കുറച്ചുകൂടെ എന്ത് ചെയ്തു, ഇയാൾക്ക് എന്ത് ചെയ്യണമെന്നു, കൺട്രിയുടെ പോസ്റ്റ് വാറിന് ശേഷമുള്ള യു എസ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റ് വാർ പാസിഫിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് മാറ്റം വരണമായിരുന്നു. അതിനെ റീറൈറ്റ് ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനെ റീറൈറ്റ് ചെയ്തെടുക്കുക, അതിന് നമ്മളൊന്ന് തിരുത്തി കുറിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, പുള്ളി എന്ത് ചെയ്തു, മിലിറ്ററിയെ കുറച്ചൊരു പവർഫുൾ ആക്കി, ബിഗർ റോള് വേണം നമുക്ക് ഇൻ ആർ നാഷണൽ സെക്യൂരിറ്റി എന്ന് ഉള്ള ഒരു വക്താവായിരുന്നു അങ്ങനെ. സോ ഇൻ 2013 in 2030 ആയപ്പോഴേക്കും ആസ് എ പ്രൈം മിനിസ്റ്റർ ഇയാൾ എന്ത് ചെയ്തു, യസുകുനി ഷ്രൈൻ എന്ത് ചെയ്തു, വിസിറ്റ് ചെയ്തു. അപ്പൊ ആ ഷ്രൈൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് മെമ്മോറിയൽ ആണ്. ആ സമയത്ത് വാറിന്റെ സമയത്ത്, സോറി കളർ മാറിപ്പോയി, സോ സോറി ഫോർ ദാറ്റ്. യെസ്, ഈ ഷ്രൈനിന്റെ പ്രത്യേകത അതൊരു മെമ്മോറിയൽ ആയിരുന്നു, വാർ മെമ്മോറിയൽ ആയിരുന്നു. ആ വാറിന്റെ സമയത്ത് ഡെഡ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ വാർ ക്രിമിനൽസിന്റെ എല്ലാം ഉണ്ട്. അപ്പോൾ ആ സമയത്തിൽ വാർ ഡെഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വാർ ക്രിമിനൽസിന്റെ ഒക്കെ ഒരു ഷ്രൈനാണ്. But these actions triggered criticism in the region, but at home Abe used them to reshape the national security debate. പക്ഷെ ഓർക്കണം, ആ റീജിയനിൽ ക്രിറ്റിസിസം ഒക്കെ ഉണ്ടായി വന്നായിരുന്നു. ഈ സമയത്ത് ക്രിറ്റിസിസം ഒരുപാട് വന്നു. പക്ഷേ പുള്ളി ഇതിന് എന്തായിട്ട് ഉപയോഗിച്ചത്, ബട്ട് അറ്റ് ഹോം ജപ്പാനിൽ ഇയാൾ എന്തായിട്ട് അത് ഉപയോഗിച്ചത്, നാഷണൽ സെക്യൂരിറ്റി ഡിബേറ്റിനെ റീഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇതിനെ ഉപയോഗിച്ചത്, ഈ ഒരു കാര്യത്തിന്. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത് നോക്കാം. Abe may not have succeeded in restoring Japan's economic superpower status, while his attempts to rewrite the constitution met with strong opposition from sections of the political class and society for whom memories of its past militarism are still afresh. But Abe left a lasting imprint on its security thinking, spending more on defense, breaking the long-held cap of 1%. Having realized the limits of Japan's power in meeting regional challenges, he advocated a deeper relationship with the US and pushed for a regional response to China's rise. He was one of the strongest advocates of the Quad, and by the time he left power in, അപ്പോൾ അബേ എന്ന് പറയുന്നത്, ഇനി അബയുടെ നമുക്ക് നെക്സ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ്, അബേ മേ നോട്ട് ഹാവ് സക്സീഡഡ്, ഒരു പക്ഷേ അദ്ദേഹം സക്സീഡ് ചെയ്തിട്ടുണ്ടാവില്ല ജപ്പാന്റെ സൂപ്പർ പവർ, ഇക്കണോമിക് സൂപ്പർ പവർ സ്റ്റേറ്റസിലോട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും, വൈൽ ഹിസ് അറ്റംപ്റ്റ്സ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഇയാൾക്ക് ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോസിഷൻസ് ഉണ്ടായിരുന്നു ഫ്രം ദ സെക്ഷൻസ് ഓഫ് ദ പൊളിറ്റിക്കൽ ക്ലാസിന്റെ ഇടയിൽ ഭയങ്കര സ്ട്രോങ് ഒപ്പോസിഷൻ ആയിരുന്നു ഇയാൾക്ക്. ഞാൻ പറഞ്ഞല്ലോ, കോൺട്രവേഴ്സി ഇയാൾക്ക് ഇല്ലാതില്ല, അങ്ങനെയാണ്. പിന്നെ മാത്രം സൊസൈറ്റിയിൽ നിന്ന് വളരെ എന്താ പറയുക ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഫോർ ഹിം, കാരണം വെച്ചാൽ ഫോർ ഹും മെമ്മറീസ് ഓഫ് ഇറ്റ്സ് പാസ്റ്റ് മിലിറ്ററിസം ആർ സ്റ്റിൽ അഫ്രഷ്. കാരണം വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ക്ലാസ്സിനും സൊസൈറ്റിക്കും പണ്ടത്തെ പാസ്റ്റിലെ മിലിറ്ററിസം ഓർത്തിട്ട് തന്നെ മിലിറ്ററിസം ഭയങ്കരമായിട്ട് അവരെ ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇയാളുടെ ഈ സ്ട്രോങ്ങർ ആയിട്ടുള്ള, വീണ്ടും എന്താ പറയാ, വയലന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തോട് വലിയ താല്പര്യമില്ലായിരുന്നത്. കാരണം ആ പാസ്റ്റ് അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ അവർക്ക് ഇപ്പോഴും അത് ഭയങ്കര ഫ്രീ ആയിട്ടുള്ള, ഫ്രഷ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ്. അത് വീണ്ടും വന്നു, പുതിയ രീതിയിൽ ഡിഫറെന്റ് ആയ വേയിൽ വീണ്ടും വന്നു എന്നാണ് അവരുടെ തോന്നിക്കാം. അതാണ്. അങ്ങനെ ഈ അബേ എന്ന് പറയുന്ന ഒരാൾ ഭയങ്കര ലാസ്റ്റിംഗ് ഇംപ്രഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ സെക്യൂരിറ്റി തിങ്കിങ്, സ്പെൻഡിങ് മോർ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് 3 ആരോസ് ഒരുപാട് ക്രിയേറ്റീവ്, സെക്യൂരിറ്റി തിങ്കിങ്ങിന്റെ കാര്യത്തിൽ, സ്പെൻഡിങ് മോർ ഓൺ ഡിഫൻസിന്റെ കാര്യത്തിൽ ഒക്കെ കുറച്ച് ഇത് കൂടുതലായിട്ട് ഇംപ്രിന്റ് കൊണ്ടുവരാൻ ഇയാൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഹാവിംഗ് റിയലൈസ് ദ ലിമിറ്റ്സ് ഓഫ് ജപ്പാൻസ് പവർ, ശരിക്കും ജപ്പാനിലുള്ള പവറിന്റെ ലിമിറ്റിനെ റിയലൈസ് ചെയ്തുകൊണ്ട്, കാരണം റീജിയണൽ ചാലഞ്ചസിനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് അയാൾക്ക് അത് മനസ്സിലായിട്ട് അയാൾ എന്ത് ചെയ്തു, US ആയിട്ട്, അപ്പൊ അയാൾക്ക് മനസ്സിലായി തന്നെ നിന്ന ജപ്പാന് നമ്മുടെ റീജിയണൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ചാലഞ്ചുകളെ മീറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ നമുക്ക് US ആയിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. അങ്ങനെയാണ് US ആയിട്ട് അയാൾ ഒരു ഡീപ്പറായ റിലേഷൻഷിപ്പ് അഡ്വക്കേറ്റ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, റീജിയണൽ റെസ്പോൺസ്, ചൈനയുടെ റൈസിനെതിരെ ഒരു റീജിയണൽ റെസ്പോൺസിന് വേണ്ടി അലയൻസ് വെച്ചു US ആയിട്ട്. ഹി വാസ് വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് അഡ്വക്കേറ്റ്, ക്വാഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു അഡ്വക്കേറ്റ് തന്നെയായിരുന്നു അങ്ങേര്, ഈ പറയുന്ന അബേ. ആൻഡ് ബൈ ദ ടൈം ഹി ലെഫ്റ്റ് പവർ, ഇയാള് പവർ വിട്ടുപോയി, 2010 പവർ വിട്ടുപോയ സമയത്ത്
ക്വാഡ് ഹാഡ് ബീൻ റീവൈറ്റലൈസ്. ക്വാഡ് എന്ത് ചെയ്തു? റീവൈറ്റലൈസ്, ഒന്നുകൂടെ എന്താ പറയുക, സ്ട്രെങ്തൻ ചെയ്തായിരുന്നു, വളരെ സ്ട്രെങ്തൻ ആയിട്ട് റീഇൻവിഗറേറ്റ് ചെയ്തിരുന്നു ക്വാഡ് ഇയാൾ വിട്ട് 2020 പോയ സമയത്ത്. ഇൻ എ കൺട്രി വേർ ടോക്സ് അബൌട്ട് എ സ്ട്രോങ്ങർ ഡിഫൻസ് പോളിസി were considered taboo, Abe mainstream discussions for a stronger defense doctrine and even called for a nuclear sharing agreement with the US. He remained an influential figure in national politics. His assassination could have consequences for the Japanese psyche. Gun violence and political assassination may have been rare in contemporary Japan, but it was not so during the pre-war period. But no Japanese politician would like the chaos to be back. The law enforcement authorities should not only bring the facts about the assassination to the public, but also make sure that such tragic events do not take place. അപ്പോൾ നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യം ലാസ്റ്റ് അല്ലേ. അപ്പം ഇയാൾ ഭരണം വിട്ടുപോയ സമയത്തേക്കും ക്വാഡ് ഭയങ്കര സ്ട്രെങ്തൻ ചെയ്തായിരുന്നു. ശരിക്കും പറയുവാണ്, നമ്മൾ ഈ ഇങ്ങനെ ഒരു കൺട്രിയിൽ ടോക്സ് ഡിഫൻസ് സ്ട്രോങ്ങർ ആയ ഡിഫൻസ് പോളിസിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ടോക്സ് അബൌട്ട് എന്ന് പറയുമ്പോൾ ടോക്സ് അബൌട്ട് ഡിസ്കോഴ്സസ്, ഡിസ്കഷൻസ് അബൌട്ട് സ്ട്രോങ്ങർ ഡിഫൻസ് പോളിസിയെ പറ്റിയുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയിൽ ആ ടോക്സിനെ ടബു ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കൺട്രിയിൽ, ടബു എന്ന് പറഞ്ഞാൽ അതിൽ എന്താ പറയാ, ഒരു സോഷ്യൽ ടബു ആയിട്ട് കണക്കപ്പെടുന്ന ഒരു കാര്യങ്ങൾ, ഒരു അവസ്ഥയിൽ അബേ മെയിൻസ്ട്രീം ചെയ്ത ഡിസ്കഷൻസ് എന്താണ്, കുറച്ചുകൂടെ സ്ട്രോങ്ങർ ഡിഫൻസ് ഡോക്ട്രിൻ വേണം, സ്ട്രോങ്ങർ ഡിഫൻസ് വേണം എന്നുള്ള ബിലീഫായിരുന്നു അങ്ങേർക്ക്. മാത്രമല്ല ഐ ഈവൻ കോൾ ഫോർ, അയാൾ ഡിമാൻഡ് ചെയ്തു, നമുക്ക് എന്ത് വേണം, അയാളുടെ ഡിമാൻഡ് എന്തായിരുന്നു, നമുക്ക് നല്ല ന്യൂക്ലിയർ ഷെയറിംഗ് വേണം. ആരുമായിട്ട്? US-ഉമായിട്ട് ന്യൂക്ലിയർ ഷെയറിങ്ങിന് വരെ അങ്ങയുടെ റെഡി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ആയിട്ട് അയാൾ നാഷണൽ പൊളിറ്റിക്സിൽ നിന്നായിരുന്നു. അതുകൊണ്ടാണ് അയാളുടെ അസസിനേഷന് കൂടുതൽ കോൺസിക്വൻസസ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് ജാപ്പനീസ് സൈക്കിയിൽ. ഓക്കെ, മാത്രമല്ല ഗൺ വയലൻസും പൊളിറ്റിക്കൽ അസസിനേഷൻസും ഒന്നും ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം പുതുമയൊന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ പ്രീ-പോർ എറയിൽ കണ്ടംപററിക്കാർക്ക് അത് പുതുമയാണ്, കണ്ടംപററി ജപ്പാനിൽ അത് പുതുമയാണ്. കാരണം അത് വളരെ റെയർ ആയിരിക്കാം. മേ ഹാവ് ബീൻ, ഒരു പക്ഷേ റെയർ ആയിരിക്കാം, മേ ഹാവ് ബീൻ റെയർ ആയിരിക്കാം. ബട്ട് പ്രീ വോർ എറയിൽ അതത്ര എന്താ പറയാ, ഈ പറയുന്ന പോലെ തന്നെ എന്ത് അത്ര അറിവില്ല, എന്താ റെയറിട്ട് ആയിട്ടുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റീഷ്യനും ജപ്പാനീസ് പൊളിറ്റീഷ്യനും ഇതുപോലൊരു കയോസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹമില്ല. അതുപോലെ തന്നെ ലോ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ് തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ഫാക്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ അസാസിനേഷന് പിന്നിലുള്ള കാര്യം എന്നുള്ളത് അറിയണം. അത് ജനങ്ങളുടെ അടുത്ത് എത്തിക്കാം. ബ്രിങ് ദ ഫാക്ട് ടു ദി പബ്ലിക്കിനോട് എത്തിക്കുക, റിവീൽ ചെയ്യിപ്പിക്കണം, പബ്ലിക്കിനെ തിരിച്ചറിയിക്കണം എന്താണ് കാര്യമെന്ന്. മാത്രമല്ല ദേ ഹാവ് ടു മേക്ക് ഷുവർ, അവർ ഉറപ്പുവരുത്തണം, കൺഫേം ചെയ്യണം ദാറ്റ് ഇതുപോലത്തെ ട്രാജിക് ആക്സിഡൻസ് ഇനി ഒരിക്കലും നടക്കില്ല, ജപ്പാനിൽ നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയും കൂടി ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ് ഈസ് അനലിറ്റിക്കൽ ആർട്ടിക്കിൾ ആണല്ലേ. അനലിറ്റിക്കൽ മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ ഇൻഫോർമേറ്റീവ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായല്ലേ, ഇൻഫോർമേറ്റീവ് ആയ ഒരു ആർട്ടിക്കിൾ ആണ്. ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, ഗ്രേറ്റ്. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് ഇട്ട പിള്ളേരെ. He was the longest serving prime minister in Japanese history. Yes. ദേശൂരിന്റെ നാട് ജപ്പാൻ. യെസ്, അതെ അതെ. ലാൻഡ് ഓഫ് എന്താ പറയാ, റൈസിംഗ് സൺ അല്ലേ. എക്സിജൻസി ഓഫ് മാസ്ക് ഇൻക്രീസ്ഡ് ഡ്യൂറിംഗ് പാൻഡമിക് സിറ്റുവേഷൻ. നീഡ് ഓഫ് മാസ്ക്. യെസ്. എടാ ആടാ, അതെന്താ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിക്കുന്നോണ്ടല്ലേ? എന്റെ പൊന്നു രജന, നിന്നെ കൊണ്ട് തോറ്റു. ഓക്കെ, താങ്ക് യു പീപ്പിൾ. ലെറ്റ്സ് മൂവ് ടു ദ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ. ഇതായിരുന്നു നമ്മുടെ 8-ാം തീയതിയിൽ അല്ലെ, വെള്ളിയാഴ്ചത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഓർമ്മയുണ്ടോ? മിസ്റ്റർ ജോൺസൺ, whom came to power offering a new post-Brexit future for the UK, is leaving the country in economic pain and political disarray. എന്തായിരുന്നു ഈ ക്വസ്റ്റ്യന്റെ ആൻസർ? ഒരുപാട് പേര് എനിക്ക് ആൻസർ തന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആൻസർ ചെയ്യുക. കാര്യം ഈ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ എനിക്ക് വേണ്ടിയിട്ടല്ല, ഈ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എഴുതുക, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ദാറ്റ്സ് മൈ വിൽ. അപ്പൊ എന്റെ ആഗ്രഹം അതാണ്. സോ എന്താണ് ആൻസർ ഇവിടെ പറയാമോ? പെട്ടെന്ന് ആൻസർ പെട്ടെന്ന്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ ജോൺസൺ, whom came to power offering a new post-Brexit future for the UK, is leaving the country in economic pain and political disarray. ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഡിസ്ട്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയോസ് അല്ലെ, വളരെ ഡിസോർഡർ ഡിസ്ട്രേ. അത് നമ്മൾ പറഞ്ഞു. ഇയാൾ എന്താ ചെയ്തേ? ഇയാളുടെ ഒരു റെസിഗ്നേഷൻ UK സംബന്ധിച്ചോ UK ഫ്യൂച്ചറിനെ വളരെ എന്താ പറയാ, ഇക്കണോമിക് പെയിനിലും പൊളിറ്റിക്കൽ ഡിസോർഡറിലും കൊണ്ടുവന്നു എന്നാണ്. യെസ് ഗുരുദാസെ, താങ്ക് യു. ആൻസർ എന്താ? ഹും അല്ല ഇവിടെ വരണ്ടേ, കാരണം ഇത് ഒബ്ജക്റ്റീവ് കേസ് ആണ് ഇവിടെ വേണ്ടേ. അല്ല, മിസ്റ്റർ ജോൺസൺ, അയാള് ഹൂ കെയിം ടു പവർ,
അയാള്, ഹി, അതിന്റെ ഇത് കണ്ടോ, കോമ കണ്ടോ, 2 കോമ കണ്ടോ. അപ്പൊ ഈ കോമ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇവിടം മുതൽ ഇവിടം വരെ ഉള്ളത് ഇതിന്റെ ഡെഫിനിഷൻ ആയിരിക്കും. കണ്ടോ, മിസ്റ്റർ ജോൺസൺ ഈസ് ലീവിംഗ് ദ കൺട്രി എന്ന് പറഞ്ഞ സെന്റൻസാ. അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുക. അതിന്റെ ഒരു എന്താ പറയാ, അതിനൊന്ന് വിപുലീകരിച്ച് എഴുതിയേക്കുവാണ്. ഹു കെയിം ടു പവർ ഓഫറിംഗ് എ ന്യൂ പോസ്റ്റ് ബ്രെക്സിറ്റ്. ഹി കെയിം ടു പവർ. മിസ്റ്റർ ജോൺസൺ, അയാൾ കെയിം ടു പവർ, ഹി കെയിം ടു പവർ, അങ്ങനെയാണ് വരേണ്ടത്. അതുകൊണ്ട് ഹു വരണം. That's it, people. Yes. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചു. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. It is now fair clear that the people have not been pacified by the formation of a new regime under Mr. Rickenminzinge. നോക്കാം, ഇതാണ് ക്വസ്റ്റ്യൻ. സ്ക്രീൻഷോട്ട് എടുക്കുക. എന്താണ് ആൻസർ നോക്കുക. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഒരുപാട് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ്, ഒരുപാട് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ തന്നത്. സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ആൻസർ എനിക്ക് കോമെന്റ് സെക്ഷൻ തരണം കേട്ടോ, മറക്കരുത്. ഓക്കെ, അപ്പോൾ കോമെന്റ് സെക്ഷനിൽ എന്ത് ചെയ്യണം? ആൻസർ തരണം. ഓക്കെ, മറക്കല്ലേ, ആൻസർ എനിക്ക് കോമെന്റ് സെക്ഷൻ തരിക. അപ്പൊ ഞാൻ പയ്യവൈൻഡിപ്പെട്ട് 10th ലെവൽ മെയിൻസിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ് ജൂലൈ 18-ന്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗം ജോയിൻ ചെയ്യാം. കോഡ് മറക്കണ്ട, Y314 കേട്ടോ. നമുക്ക് പഠിച്ചെടുക്കാം. മെയിൻസ് കിട്ടുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ, മെയിൻസിലോട്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വന്ന് ജോയിൻ ചെയ്യാം. അതുപോലെ ദേവസ്വം ബോർഡിന്റെ 4ാം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 14-ാം തീയതി ജോയിൻ ചെയ്യുക. ചടപടയും ജോയിൻ ചെയ്യുക. Y314 ആണ് കോഡ്. Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ 17% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ കോഴ്സുകൾ കിട്ടും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എവറി വൺ. ഇന്ന് രാത്രി 8 മണിക്ക് നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. ഞാൻ ലൈവിൽ വരുന്നുണ്ട്. നമ്മുടെ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റിന്റെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷിലെ എസ്സേസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ എസ്സേ നമുക്ക് സെറ്റ് ആക്കാൻ, അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഓർത്തിരിക്കാം, നമ്മൾ 8 മണിക്ക് വരുന്നുണ്ട്. താങ്ക്സ് ഫോർ യുവർ വാച്ചിങ് ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ, മറ്റുള്ളവരോട്ടൊക്കെ എത്തിക്കുക. കോമന്റ് സെക്ഷനിൽ ആൻസറും തരണം. താങ്ക് യു സോ മച്ച്. വീണ്ടും പറയുന്നു, സ്റ്റേ സേഫ്, അതുപോലെ തന്നെ സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ, ടേക്ക് കെയർ. നാളെ രാവിലെ കാണാം. അതിനു മുമ്പ് ഇന്ന് രാത്രി 8 മണിക്ക് വരാൻ മറക്കണ്ട. താങ്ക് യു. ബൈ.